അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സിലെ ആറ്റംസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം മേക്സ് എ ട്രാൻസിഷൻ ഫ്രം n = n1 to n = n2. സ്റ്റേറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതോ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ട്രാൻസിഷൻ നടന്നു. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഇനിഷ്യൽ സ്റ്റേറ്റ്, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലെ ടൈം പീരീഡ് n1 എന്ന് പറയുന്നത്, ഇനിഷ്യൽ സ്റ്റേറ്റ് n1 എന്നാണ് എടുത്തിരിക്കുന്നത്, ഈസ് 8 times ദാറ്റ് ഇൻ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റിലെ ടൈം പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിലെ ടൈം പീരീഡ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് 8 times എന്നാണ്. എങ്കിൽ n1ൻ്റെ n2ൻ്റെ പോസിബിൾ വാല്യൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ബോർ തിയറി ആണ് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് അയണുമാണ് നമ്മൾ ബോർ തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, റേഡിയസ് ഓഫ് എന്ത് ഓർബിറ്റോ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് അയണോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു n²/z ആണ്. ഈ റിലേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇവിടെ Rn എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് 0.53 എന്നാണ് വരുന്നത്. 0.53 n²/z ആണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ Z എന്തായിരിക്കും, 1 ആയിരിക്കും. ഫോർ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ Z എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, Z = 1 ആയിരിക്കും. ഇനി വെലോസിറ്റി, അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ റേഡിയസ് എത്രയെന്ന് ചോദിച്ചാൽ n1 കൊടുക്കുക, Z1 കൊടുക്കുക. n പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ്. അപ്പോൾ 0.53 ആങ്സ്ട്രോം എന്ന് കിട്ടും. അതിനെ നമ്മൾ ബോർ റേഡിയസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുകയാണ് സെക്കൻഡ് ഓർബിറ്റലിൻ്റെ സൈസ് എത്ര. അപ്പോൾ 0.53 ഇൻറ്റു പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 ആവും, അതിൻ്റെ 4 ഇരട്ടി വരും. അപ്പോൾ ഈ റേഡിയസ് എന്ന് പറയുന്നതല്ല ഈക്വലി സ്പേസിലല്ല, അതിൻ്റെ റേഷ്യോ 1:4 9:16 അങ്ങനെ പോകും. കാരണം n² പ്രൊപ്പോർഷനാണ്. ഇനി ഹൈഡ്രജൻ ലൈക്ക് വരുമ്പോൾ Z എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് Z കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2.2 × 10⁶ Z/n ആണ്. ഇവിടെയൊക്കെ പറയുന്നത് കുറേ കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുമ്പോൾ Z/n പ്രൊപ്പോർഷണായിട്ട് എടുക്കാം. അപ്പോൾ എന്ത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ Z/n പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണല്ലോ. അപ്പോൾ T = 2πr/v എടുത്തെന്ന് വിചാരിച്ചു. 2πr/v. അപ്പോൾ 2π ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു r/v എന്ന് വരും. r/v ശരിയല്ലേ. R എന്ന് പറയുന്ന n²/z പ്രൊപ്പോർഷണലാണ്. V എന്ന് പറയുന്ന Z/n പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്ത് കിട്ടും, T പ്രൊപ്പോർഷണൽ ടു എന്ത് വരും, n²/z ബൈ താഴെ എന്ത് വരുന്നത് Z/n ഇൻറ്റു Z/n. അപ്പോൾ ഈ n അങ്ങ് മുകളിൽ വരും. അപ്പോൾ നമുക്ക് T പ്രൊപ്പോർഷണാലിറ്റി എന്തെന്ന് കിട്ടി, n³/z² എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റത്തിലെ പ്രൊപ്പോർഷണാലിറ്റി ഓർക്കുമ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആയതുകൊണ്ട് ബോർ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൽ ബോർ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ റേഡിയസ് ആണെങ്കിൽ n²/z പ്രൊപ്പോർഷണൽ, വെലോസിറ്റി ആണെങ്കിൽ Z/n പ്രൊപ്പോർഷണൽ. പിന്നെ അതുപോലെ തന്നെ എന്താ ടൈം പീരീഡ് ആണെങ്കിൽ എന്താണ് n³/z² പ്രൊപ്പോർഷണൽ, n³/z². ഇപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എടുത്താൽ മതി. അപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിൽ Z² എന്തായിരിക്കും, n³ ആയിരിക്കും. Z²/n³. ഇനി ഒമേഗയാണ് ചോദിക്കുന്നതെങ്കിൽ, ആംഗുലർ ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നതെങ്കിൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഒമേഗയാണ് ചോദിക്കുന്നതെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2π ടൈം പീരീഡ് ആണ്, 2π/t ആണ്. അപ്പോൾ ഒമേഗ ചോദിച്ചാൽ അത് പ്രൊപ്പോർഷണൽ ടു 1/t ആണ്. അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2π × ഫ്രീക്വൻസിയാണ്. 2π × 1/t എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് Z²/n³ ആണെങ്കിൽ ഒമേഗ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ദെൻ. അപ്പോൾ ഒമേഗ പ്രൊപ്പോർഷണാലിറ്റി ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പോൾ ഒമേഗ പ്രൊപ്പോർഷണാലിറ്റി ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ്, അത് Z²/n³ ആണ്, ആംഗുലർ വെലോസിറ്റി. ഓക്കെ, നമുക്കിവിടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റിലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്, T പ്രൊപ്പോർഷണാലിറ്റി n³/z². അതിൽ നമ്മുടെ ആറ്റം എന്ന് പറയുന്ന ആരാണ്, ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ട റിലേഷൻസ് എന്ന് പറയുന്നത് ഏതാണ്, T ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഹൈഡ്രജൻ ആകുമ്പോൾ Z1 ആണ്. അപ്പോൾ നമുക്ക് T പ്രൊപ്പോർഷണൽ ടു n³ ആണ്.
ശരിയല്ലേ? n ക്യൂബാണ്. അപ്പോൾ n പ്രൊപ്പോർഷണാലിറ്റി എന്ത് വരും? t⁻1/3 ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് കേസിലെ ടൈം പീരീഡ് t എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ അത് 8t ആണ്, 8 ടൈംസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ ഓർബിറ്റലിലെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറും രണ്ടാമത്തെ ഓർബിറ്റലിലെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറുടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ t പ്രൊപ്പോർഷണാലിറ്റി n ക്യൂബാണ്. z എന്തുകൊണ്ട് എടുത്തില്ല? ഹൈഡ്രജനാണ്, z 1 ആണ്. അപ്പോൾ n1/n2 = എന്ത് കിട്ടി? T1/T2 the whole raised to 1/3 എന്ന് കിട്ടി. T1/T2 the whole raised to 1/3. T1 എത്രയാണ്? T ആണ്. T2 എത്രയാണ്? 8t ആണ്. the whole raised to 1/3. T-ൻ്റെയും വെട്ടി പോവില്ലേ? T-ൻ്റെയും വെട്ടി പോകും. അപ്പോൾ നമുക്ക് n1/n2 റേഷ്യോ കിട്ടുന്നത് എന്താണ്? therefore the ratio of n1/n2 = എന്ത് കിട്ടി? 1/8ൻ്റെ ക്യൂബ് റൂട്ട്. 1/8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ 1/2. T-ൻ്റെയും വെട്ടി പോകും. അപ്പോൾ 1/2 റേഷ്യോ വരണം. n1/n2 എടുക്കുമ്പോൾ 1/2 റേഷ്യോ വരണം. ചെക്ക് ചെയ്യുക. n1/n2 എടുക്കുമ്പോൾ 1/2 റേഷ്യോ വരണം. 1/2 റേഷ്യോ 8:1 വരുമോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റ്. 2:1 2:4 2ഉം 4ഉം എടുക്കുന്ന സമയത്ത് നമുക്ക് വരേണ്ടത് n1/n2 റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് T1. തെറ്റിപ്പോയി. ഇവിടെ തെറ്റിയെന്ന് പറഞ്ഞാൽ എന്താ തെറ്റിയത്? ഇവിടെ തെറ്റിയത് എന്തായിരുന്നു? ഇവിടെ തെറ്റിയത് കണ്ടോ? ഇവിടെ T1 എന്ന് പറയുന്ന 8t ആയിരുന്നു. T2 എന്ന് പറയുന്ന ആരാ? T ആ. ശരിയല്ലേ? T2 അല്ലേ? T1 അല്ലേ കൂടുതൽ? കണ്ടോ? തെറ്റിപ്പോയി. റൈസ് ടു 1/3. അപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? n1/n2 കിട്ടിയത് 2 അല്ലേ? 2 ആണ്. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് പറ്റി കണ്ടോ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ടൈം പീരീഡ് ഇൻ ഫസ്റ്റ് ഓർബിറ്റിൽ ഈസ് 8 ടൈംസ് സെക്കൻഡാണ്. ഞാനിവിടെ എഴുതിയപ്പോൾ എനിക്ക് ചെറിയ ഒരു കെയർലെസ്നെസ് ഉണ്ടായി. ഞാനവിടെ T1ൻ്റെ സ്ഥലത്ത് എന്തിട്ടു? T ഇട്ടു. ആക്ച്വലി T2 ആണ് T. ഇതിനെക്കാട്ടി 8 ഇരട്ടി കൂടുതലാണ് ഫസ്റ്റ്. അപ്പോൾ ആൻസർ വരേണ്ട 2 ആണ്. അപ്പോൾ ആ 2 വരേണ്ട ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. നേരത്തെ ആണെങ്കിൽ തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടിയേനെ. അപ്പോൾ ഇവിടെ 1/2 ആണ് വരുന്നത്. എനിക്കിവിടെ എന്താണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ പിന്നെ എന്താണ് ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് n1. എന്താ ഇലക്ട്രോൺ മേക്ക് ട്രാൻസിഷൻ ഫ്രം ദ ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് 8 ടൈംസ് ദാറ്റ് ഓഫ് ഫൈനലാണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിലാണ് കൂടുതൽ. അപ്പോൾ നമുക്കത് റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ 1/3. അപ്പോൾ 2 കിട്ടുന്ന ഒരു റേഷ്യോ ഉള്ളൂ. ഇതാണ്. ഇനി തിരിച്ച സെക്കൻഡ് സ്റ്റേറ്റിലായിരുന്നു കൂടുതലെങ്കിൽ ആൻസർ ബി വരും. ഇവിടെ ട്രയൽ ആൻഡ് എററിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇതാണ്. റേഡിയസ്, ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റോൾ. ഹൈഡ്രജൻ ലൈക്ക് ആറ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വരുന്ന ഹീലിയം പ്ലസ്, ലിഥിയം പ്ലസ് തുടങ്ങിയ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ബോർ തിയറി വാലിഡ് ആവാം. അപ്പോൾ ആ ബോർ തിയറി വെച്ച് റേഡിയസിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, n²/z ആണ്. അതിലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 0.53 ആണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ആങ്സ്ട്രോമിലായിരിക്കും പറയുന്നത്. റേഡിയസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻ ഓർത്ത് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നീറ്റിനൊക്കെ ഈ ഡയറക്റ്റ് ഫോർമുല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ Z 1 ആയി. ഹൈഡ്രജൻ ആറ്റത്തിൽ അപ്പോൾ മുകളിലോട്ട് പോകും തോറും പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നത് ഏത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണാണ്. കാരണം n1 ആകുമ്പോഴായിരിക്കും ഇത് കൂടുതൽ വരുന്നത്. പിന്നെ ഇതെല്ലാം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി ലെവൽ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എനർജി ലെവൽ ABC ഓഫ് എ സർട്ടൻ ആറ്റം കറസ്പോണ്ടിങ് ടു ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എനർജി. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി വരുന്നതെന്ന് പറയുന്നത് സിയിലാണ്. അപ്പോൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ചുമ്മാ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഞാനിത് C ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എനർജി. അത് കഴിഞ്ഞാൽ B ആണ്. ഏറ്റവും കുറവ് A ആണ്. അപ്പോൾ ഇത് എനർജി A ലെവല്, ഇത് B ലെവല്, ഇത് C ലെവല്. C ഹയസ്റ്റ് ആയിട്ട് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന λ1 ആൻഡ് λ2 ആൻഡ് λ3 ആർ ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ C to B. അപ്പോൾ C നിന്ന് Bയിലേക്ക് ഒരു ട്രാൻസിഷൻ നടന്നെന്ന് വിചാരിക്കുക. അപ്പോൾ C നിന്ന് Bയിലേക്ക് ഒരു ട്രാൻസിഷൻ നടന്നു. അപ്പോൾ ഉണ്ടായ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്താണ് λ1. അടുത്ത എന്താണ്? ഇഫ് λ1 ആൻഡ് λ3 വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ കറസ്പോണ്ടിങ് C to B ആൻഡ് B to A. ബിയിൽ നിന്ന് എയിലേക്ക് ചാടിയപ്പോൾ ഉള്ളതാണ് ആര്? λ2.
പിന്നെ ആൻഡ് എ ടു സി, ബി ടു എ ആൻഡ് സി ടു എ. അപ്പോൾ സി ടു എയിലേക്ക് ചാടിയപ്പോൾ ഉള്ള വേവ് ലെന്താണ് എന്ത് λ3 എങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ബേസിക്കായിട്ട് നമ്മുടെ ഈ ബോർ തിയറി പ്രകാരം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ചാടുമ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് വന്നാൽ എനർജി റേഡിയേറ്റ് ചെയ്യും, ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോയ എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇപ്പോൾ ഈ ഹയർ മൈനസ് ഈ ലോവർ എന്നാണ് എടുക്കുന്നത് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ E2 മൈനസ് E1 ആണെങ്കിൽ ഇത് ഈ ഹയർ എനർജി, ഇത് ഹയർ ലെവല്, ഇതാരാ ഇത് ലോവർ. അപ്പോൾ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ എന്ന് വെച്ചാൽ hc/λ ആണ്. ഇതിന് നമുക്ക് ഡെൽറ്റ ഇ എന്നങ്ങ് വിളിക്കാം. അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എന്താണ് hc/λ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ പറയുന്ന എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ, എനർജി ഗ്യാപ്പ് ഹൈഡ്രജൻ ആറ്റമൊക്കെ ചെയ്യുമ്പോൾ എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ വേവ് ലെന്ത് എന്ത് ചെയ്യും കുറയും. വേവ് ലെന്ത് എന്ത് ചെയ്യും കുറയും. എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ വേവ് ലെന്ത് കുറയും. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആകുമ്പോൾ ഹയസ്റ്റ് എനർജി ആയിരിക്കും. ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആകുമ്പോൾ അതിന് ഹയസ്റ്റ് എനർജി ആയിരിക്കും. അപ്പോൾ എനർജി ഗ്യാപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ വേവ് ലെന്ത് എന്ത് ചെയ്യുക എന്നാണ് കുറയുക എന്നാണ്. വേവ് ലെന്ത് കുറയുന്നതാണ്. എനർജി ഗ്യാപ്പ് കുറയുക എന്ന് വെച്ചാൽ വേവ് ലെന്ത് കൂടുക എന്നാണ്. ഓക്കെ, hc/λ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സിയും ബിയും ഇത് ഹയർ ഇത് ലോവർ. അപ്പോൾ ഈ ഹയർ മൈനസ് ഈ ലോവർ ആണ് എഴുതുന്നത്. അപ്പോൾ ഈ ഹയർ മൈനസ് ഈ ലോവർ EC മൈനസ് EB എന്ന് പറയുന്നത് നമുക്ക് hc/λ എന്ന് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1. അടുത്ത ബിയിൽ നിന്ന് എയിലേക്ക്, അപ്പോൾ ഇവിടെ ഹയർ ഇത് ലോവർ ഇത്. അപ്പോൾ EB മൈനസ് EA എന്ന് പറയുന്നത് hc/λ2 എന്ന് എഴുതാം. ഇനി ചുമ്മാ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഈ രണ്ട് ഇക്വേഷൻ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1+2 എടുത്തു. അപ്പോൾ ഇവിടെ EC പിന്നെ മൈനസ് EA, ഇവിടെ EB പോയി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് EB പോയി. അപ്പോൾ എനിക്ക് കിട്ടുന്നത് EC മൈനസ് EA ആണ്. എന്ന് പറഞ്ഞാൽ എക്കും സിക്കും ഇടയിലുള്ള എനർജി ഡിഫറൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ EC മൈനസ് EA എന്ന് പറഞ്ഞാൽ എന്താണ് hc/λ1 പ്ലസ് hc/λ2 ആണ്. അപ്പോൾ EC മൈനസ് EA എന്ന് പറയുന്നത് സിക്കും ഇക്കും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ വേവ് ലെന്ത് λ3 ആയതുകൊണ്ട് ഇതിന് പകരം എന്ത് കൊടുക്കാം hc/λ3 എന്ന് കൊടുക്കാം. അപ്പോൾ hc/λ3 ഈക്വൽ എന്ത് വരും hc/λ1 പ്ലസ് എന്താണ് hc/λ2. എല്ലാ സ്ഥലത്തുനിന്നും hc നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/λ3 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി 1/λ1 പ്ലസ് 1/λ2 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. 1/λ3 ഈസ് ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2. ഒന്ന് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ താഴെ നമുക്ക് ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് λ1 λ2 എന്ന് എടുക്കാം അല്ലേ. എന്നിട്ട് അതുകൊണ്ട് എല്ലാത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി 1/λ3 ഈസ് ഈക്വൽ ടു λ1 λ2 നമ്മുടെ LCM അല്ലേ. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ λ2 വന്നു. അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ λ1 വന്നു. ഇനി തിരിച്ചിടുമ്പോൾ λ3 ഈസ് ഈക്വൽ ടു λ1 λ2 ബൈ താഴെ സമം എങ്ങനെ വേണോ എഴുതാമല്ലോ. അപ്പോൾ λ1 പ്ലസ് λ2. അപ്പോൾ എനിക്ക് റിലേഷൻ കിട്ടിയിരിക്കുന്നത് സിയിൽ നിന്ന് എയിലേക്ക് ചാടുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് ലെന്ത് λ1 പ്ലസ് λ2 അല്ല, അത് λ1 λ2 ബൈ λ1 പ്ലസ് λ2 ആണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എയിന്ന് ബിയിലേക്ക് ചാടുമ്പോൾ λ1, ബിന്ന് സിയിലേക്ക് ചുമ്മാ വെറുതെ കറക്കി കുത്തി λ1 പ്ലസ് λ2 എന്ന് എഴുതാം. ശരിയാണോ? അല്ല. അവിടെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് hc/λ ആണ്. അപ്പോൾ നമ്മൾ ഈ എനർജി ഡിഫറൻസ് ഒന്ന് എഴുതി നോക്കിയാലേ നമുക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ കാണുമ്പോൾ തന്നെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ തിയറിയിൽ നിന്ന് വായിക്കാത്തവൻ എന്ത് ചെയ്യും, അവൻ ഇത് എഴുതി വയ്ക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് നടക്കുന്നത്, ഈ സാധനമാണ് നമ്മുടെ ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് വരുന്നത്. അറ്റോമിക് മാസ്, ദെൻ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനാണ്. MB മാസ് ഓഫ് പ്രോട്ടോൺ, MN മാസ് ഓഫ് ന്യൂട്രോൺ, MH മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ
അപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോണുകളുണ്ട്, പ്രോട്ടോൺ ന്യൂട്രോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്റ്റെബിലിറ്റി അത് ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ അത് എന്താവും, കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും, അപ്പോൾ എനർജി റിലീസ് ചെയ്യും. ഇനി തിരിച്ച് ഈ ന്യൂക്ലിയോണുകളെല്ലാം നമ്മൾ തിരിച്ച് വലിച്ച് വർക്ക് ചെയ്ത് എവന്മാരെ പിടിച്ച് പഴയതുപോലെ ഇൻട്രാക്ട് ചെയ്യാതെ ഇൻഫിനിറ്റിയിലേക്ക്, എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു റീജിയനാണ് ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അവിടെ കൊണ്ട് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയാം. അല്ലെങ്കിൽ ന്യൂക്ലിയോണുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറയാം. ഇതൊന്നും വേണ്ട, ഒരു ന്യൂക്ലിയസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ന്യൂക്ലിയോണുകളുടെ ടോട്ടൽ മാസും ആ ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോഴുള്ള ടോട്ടൽ മാസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ എനർജിയായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. അതിന് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കും. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഫോർമുല എന്താ? ബൈൻഡിങ് എനർജി BE = മാസ് ഡിഫക്റ്റ് ΔM × c² ആണ്. മാസ് ഡിഫക്റ്റ് ഇൻറ്റു c² ആണ്. ഇനി മാസ് ഡിഫക്റ്റ് ΔM എന്ന് പറഞ്ഞാൽ, ഏതൊരു ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂക്ലിയസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ്. ഇപ്പോൾ ന്യൂക്ലിയസ് XZA എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയസ് എടുത്തു, ഇതൊരു ന്യൂക്ലിയർ ആണെന്ന് വിചാരിച്ചു. ഇതിനകത്ത് Z പ്രോട്ടോൺ ഉണ്ടായിരിക്കും, Z പ്രോട്ടോൺ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് നമ്പറാണ്? ഇത് മാസ് നമ്പറാണ് അല്ലേ, മാസ് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് എത്ര ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി A - Z എടുത്താൽ മതി. കാരണം ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ടോട്ടൽ മാസാണ് ഇത്. ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. അപ്പോൾ Z പ്രോട്ടോണുമുണ്ട്, A - Z ന്യൂട്രോണും ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ ZMB പ്ലസ് A - Z Mn ആണ്. ഈ Mn മാസ് ഓഫ് ന്യൂട്രോണാണ്. അപ്പോൾ ഇത് മൈനസ് ന്യൂക്ലിയസിൻ്റെ മാസ് ക്യാപിറ്റൽ M എന്ന് വിളിക്കുക. ആ ഫോം ചെയ്ത ന്യൂക്ലിയസിൻ്റെ മാസ് ക്യാപിറ്റൽ M എന്ന് വിളിക്കുക. ഇപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളിൻ്റെ മാസിൻ്റെ സം എപ്പോഴും ആ ഫോം ചെയ്ത ന്യൂക്ലിയസിൻ്റെ മാസിനെക്കാട്ടി അല്പം കൂടുതലായിരിക്കും. അതാണ് മാസ് ഡിഫക്റ്റ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള എനർജിയാണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നിയർലി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വലൻ്റ് ആണ്. നിയർലി അല്ല, ഈക്വലൻ്റ് ടു ഹൈഡ്രജൻ ആറ്റമാണ്. മാസ് ഓഫ് പ്രോട്ടോൺ = മാസ് ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി നമ്മൾ എഴുതി, നമ്മൾ സാധാരണ പോലെ അങ്ങ് എഴുതി ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ എടുത്തു. അപ്പോൾ മാസ് ഡിഫക്റ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു, ZMB കൊടുത്തു, പ്ലസ് എന്താ A - Z ഇൻറ്റു മാസ് ഓഫ് ന്യൂക്ലിയോൺ മൈനസ് M × c² എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓപ്ഷനിൽ പോയി നോക്കി, നമ്മൾ എഴുതി സന്തോഷത്തിൽ ഓപ്ഷനിൽ പോയി നോക്കി. ആഹാ, ഓപ്ഷനിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വലൻസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ന്യൂക്ലിയർ ഫിസിക്സിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്, AMU എന്ന് പറയും. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഇതിന് വേറൊരു പേര് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ്. AMU ഓർ U എന്ന് എഴുതാറുണ്ട്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് U. ഇനി ഒരു യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ, അതായത് 1 AMUവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ, അപ്പോൾ മാസ് M എന്ന് പറയുന്നത് AMUവിലാണെങ്കിൽ, M എന്ന് പറയുന്നത് M is in AMU ആണെങ്കിൽ, M is measured in AMU ആണെങ്കിൽ, ആണെങ്കിൽ 1 AMUവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി, അതായത് 1 AMU എന്ന് പറഞ്ഞാൽ 1U എന്ന് എഴുതാം. 1U c² എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. mc², എമ്മിൻ്റെ, അതായത് ഒരു യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.66 × 10⁻⁻27 കിലോഗ്രാമാണ്. അപ്പോൾ അതിനെ c² കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി 931.5 ആണ്. 931 എഴുതിയത് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് c² പകരം എഴുതാം ഈ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ c² അപ്പോൾ കണ്ടോ, ഇവിടെ എനർജിയും ഇവിടെ മാസിൻ്റെ ഇതും ഡയമെൻഷനലി c² ഇക്വലൻ്റ് ആണ്. E = mc² ആണ്. അപ്പോൾ M = E/c² ആണ്. അപ്പോൾ ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വലൻസ് വെച്ചിട്ട് നമുക്ക് c² = 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് എഴുതി.
ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തിൽ ZMB ഉണ്ട്, A-Z ഉണ്ട്, ഇതുവരെ ശരിയാണ്. പക്ഷേ ഇവിടെ 931 ഇലക്ട്രോൺ വോൾട്ട് പെയ്യുവാണ്, അവിടെ നമുക്ക് തെറ്റി. അപ്പോൾ ഇത് തെറ്റ്. അടുത്ത ZMB അത് ശരിയാണ്, M1 - 931 അത് തെറ്റി. അടുത്ത ZMH പ്ലസ് ZMH എന്ന് പറഞ്ഞാൽ MBയും MHും ഈക്വലാൻ്റ് ആണല്ലോ. ZMH പ്ലസ് A-ZMN - M 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ യൂണിഫൈഡ് ടു ശരിയല്ലേ. അടുത്ത ZMH പ്ലസ് A-ZMN - 931 ഇലക്ട്രോൺ വോൾട്ട് ബൈ എല്ലാം ഒരുപോലെ തോന്നുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ബേസിക് റിലേഷനാണിത്, Δmc² എന്നുള്ളത്. പിന്നെ നമ്മൾ മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. മാസ് ഡിഫക്റ്റ് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂവൻ്റ് ന്യൂക്ലിയോണുകളുടെ മാസ് ന്യൂക്ലിയസിൻ്റെ മാസിനെക്കാട്ടി എളുപ്പം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സം ഓഫ് മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ന്യൂക്ലിയോൺസ്, ദാറ്റ് മീൻസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ആരായിരിക്കും, ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ഒരു ന്യൂക്ലിയസിനകത്ത് എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മാസ് നമ്പർ മൈനസ് എന്തെടുത്താൽ മതി, അറ്റോമിക് നമ്പർ എടുത്താൽ മതി. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടോണാണ്. ഇനി പണ്ട് നീറ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ്, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലൻ്റ് ആണ്. ന്യൂക്ലിയസിനകത്ത് ആരില്ല, ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ പലരും എന്ന് പറയുന്ന ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ആറ്റത്തിന് ഇക്വലൻ്റ് എന്നൊക്കെ പഠിച്ചു പഠിക്കും. ഹീലിയം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് എന്തേ ഉള്ളൂ, പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ, പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത്, ആൽഫ ആരാണ്, ആൽഫ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ആറ്റമല്ല, ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതിനകത്ത് 2 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 പ്രോട്ടോൺ എങ്കിൽ 2 ഇലക്ട്രോൺ ഇല്ലേ. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ഇട്ട് റിവോൾവ് ചെയ്യുന്ന സാധനമാണ്, ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല. പിന്നെ 4-2, ഇപ്പോൾ 2 പ്രോട്ടോണും 2 ന്യൂട്രോണുകൾ. ഇലക്ട്രോൺ ഉണ്ടോ, ഇല്ല, കാരണം ആൽഫ ഈസ് ഹീലിയം ന്യൂക്ലിയസ്, നോട്ട് ഹീലിയം ആറ്റം. അപ്പോൾ ഇത് പ്രീവിയസ് ആയിട്ടുള്ള നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി എഴുതും, നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ഹീലിയത്തിന് ഇക്വലൻ്റ് ആണെന്നൊക്കെ. പക്ഷേ തിരിച്ച് ആ ഒരു ചെറിയ ലോജിക്കൊന്ന് ആലോചിക്കുക. അത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. Q വാല്യൂ എന്ന് പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടേമാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് നമുക്ക് BN എന്നോ B ബാർ എന്നോ എഴുതാം. B ബാർ റെപ്രസെൻറ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മാസ് നമ്പറാണ്. അപ്പോൾ ആക്ച്വലി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പറാണ്. കാരണം ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണും പ്രോട്ടോണും ചേർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂക്ലിയോണിനെ റിമൂവ് ചെയ്യാൻ ആവറേജ് എത്ര എനർജി വേണം. ടോട്ടലി എല്ലാ ന്യൂക്ലിയോണുകളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന ബൈൻഡിങ് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് വൺ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ടോട്ടൽ ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ, ഇവിടെ നമുക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നു കഴിയുകയാണ്. ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ആ ന്യൂക്ലിയർ റിയാക്ഷനിലെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് കേട്ടോ, എനർജി റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് Q വാല്യൂ. ബൈൻഡിങ് എനർജിയുടെ ടൈമിൽ നോർമലി Q വാല്യൂവിൻ്റെ ജനറൽ ഫോർമുല എന്ന് വെച്ചാൽ Q വാല്യൂ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് റിയാക്റ്റൻ്റ് MI എന്നെടുക്കും. MI മൈനസ് M ഫൈനൽ ഇൻറ്റു C² ആണ്. ഇവിടെ I എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, റിയാക്റ്റൻസ്. M ഫൈനൽ എന്ന് വെച്ചാൽ മാസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ X Yയും കൂടെ ചേർന്ന് Z ആയെങ്കിൽ ഇത് പ്രോഡക്റ്റ് ആയിട്ടും ഇത് റിയാക്റ്റൻ്റ് ആയിട്ടും എടുക്കണം. ഇത് ജനറൽ ഇക്വേഷനാണ്. ഇവിടെ നിന്ന് ബൈൻഡിങ് എനർജിയുടെ ടൈമിലുള്ള ഫോർമുല എന്ന് വെച്ചാൽ Q വാല്യൂ ഇൻ ടൈംസ് ഓഫ് ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ അത് ഫൈനൽ ബൈൻഡിങ് എനർജി മൈനസ് ബൈൻഡിങ് എനർജി ഫൈനൽ മൈനസ് ബൈൻഡിങ് എനർജി ഇനിഷ്യലാണ്. എനർജി കൺസർവേഷനിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതായത് റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് എനർജി, ഇപ്പോൾ MI(c²) ആയിരിക്കും മാസ് എനർജി, പ്ലസ് റിയാക്റ്റൻറ്റിൻ്റെ ബൈൻഡിങ് എനർജി, ഇനീഷ്യൽ ബൈൻഡിങ് എനർജി, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ ബൈൻഡിങ് എനർജി ഓഫ് ദ ഫൈനൽ എനർജി എന്ന് വെച്ചാൽ മാസ് എനർജി പ്ലസ്
ബൈൻഡിങ് എനർജി ഫൈനൽ. ഇതിൽ നിന്ന് MI മൈനസ് M ഫൈനൽ എടുക്കുമ്പോഴാണ് B ഫൈനൽ മൈനസ് B ഇനിഷ്യൽ കിട്ടുന്നത്. അതായത് എനർജി കൺസർവേഷൻ ആണ്. മാസ് എനർജി പ്ലസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻറ്റും മാസ് എനർജി പ്ലസ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ MI മൈനസ് M ഫൈനലിൻ്റെ C² എന്ന് പറയുന്നത് Q വാല്യൂവിൻ്റെ ബേസിക് റിലേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് MI മൈനസ് M ഫൈനൽ കണ്ടുപിടിച്ചാൽ B ഫൈനൽ മൈനസ് B ഇനിഷ്യൽ എന്ന് വരും. അപ്പോൾ നമ്മൾ Q വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൈൻഡിങ് എനർജിയുടെ ടൈമിലാണെങ്കിൽ ഈക്വേഷൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ Q ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ റിയാക്ഷൻ ചെയ്യുന്ന എനർജി റിലീസ് ചെയ്യും. Q ലെസ് ദാൻ 0 ആണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇസഡിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ബൈൻഡിങ് എനർജി ഇവിടെ തന്നിരിക്കുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ഇവിടെ തന്നിരിക്കുന്ന B ബാറും ഇവിടെ തന്നിരിക്കുന്നത് Aയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇസഡിൻ്റെ ബൈൻഡിങ് എനർജി വേണം, BE ഓഫ് ഇസഡ് വേണം. എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്നത് B ബാറാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് ഇസഡ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അത് 5 × 30 എടുക്കുക. നിങ്ങൾക്ക് ബൈൻഡിങ് എനർജി ഓഫ് Y വേണം. എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി ഓഫ് Y വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? Yൻ്റെ അറ്റോമിക് നമ്പർ 60 മറ്റേത് 8.5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 60 × 8.5. ഇനി നിങ്ങൾക്ക് ബൈൻഡിങ് എനർജി ഓഫ് X വേണം. X ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 90ഉം ഇത് 8ഉം ആണ്. അപ്പോൾ 90 × 8. അടുത്ത നിങ്ങൾക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ് W വേണം. ഡബ്ല്യുവിൻ്റെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റോമിക് നമ്പർ 120ഉം അതിൻ്റെ ഡബ്ല്യുവിൻ്റെ 7.5. 120 × 7.5. ഇനി വേറൊരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോൺ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണമെന്നാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. എനർജി റിലീസ്ഡ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. സ്റ്റെബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, Y2Z ആയിട്ട് മാറുന്നു. ഇവിടെ ഇനിഷ്യൽ Y ആണ്. അപ്പോൾ Yയുടെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് 2Z ആണ്. ഇത് ഓരോരുത്തരുടെയും ബൈൻഡിങ് എനർജി നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ Q വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഫസ്റ്റ് റിയാക്ഷൻ്റെ Q വാല്യൂ നമുക്ക് -210 കിട്ടും. ഇതിൻ്റെ ഈ W = X + Z എക്സും ഇസഡും ചേർന്നതിൻ്റെ സം എടുക്കണം. അപ്പോൾ എക്സിൻ്റെയും ഇസഡിൻ്റെയും കണ്ടുപിടിച്ച് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് W കുറയ്ക്കണം. കാരണം ഇവിടെ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുമാണ്, എക്സും ഇസഡുമാണ് പ്രോഡക്റ്റ്. അപ്പോൾ ബൈൻഡിങ് എനർജി പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് എടുക്കണം. B ഫൈനൽ മൈനസ് B ഇനിഷ്യൽ. അപ്പോൾ റിയാക്റ്റൻ്റ് മൈനസ് പ്രോഡക്റ്റ് എടുക്കണം, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ 2 ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ -30 ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് Q വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ Q വാല്യൂ -30 ആണ്. ഇതിൻ്റെ Q വാല്യൂ സോൾവ് ചെയ്യുന്ന സമയത്ത് 2 × Yയുടെ -W എടുക്കണം. അപ്പോൾ 2Y എന്ന് പറയുന്ന 2 × Yയുടെ കണ്ടുപിടിച്ച് 2 കൊണ്ട് മുളിക്കുക. അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 120 ആണ്, +120 ആണ്. ഇതിൻ്റെ Q വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ Yയും ഇസഡും ആണ് പ്രോഡക്റ്റ്, -X കുറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് Q വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ -60 ആണ്. Q വാല്യൂ -60. അപ്പോൾ ഇതിനകത്ത് എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ചോദിച്ചാൽ 1, 2 അതുപോലെ 4. ഇത് ഇത്ര എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു റിയാക്ഷനിൽ നിന്ന് മാത്രം എനർജി റിലീസ് ചെയ്യും. ആ എനർജി റിലീസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം അവിടെ മാത്രമേ Q വാല്യൂ പോസിറ്റീവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ ടോട്ടൽ ബൈൻഡിങ് എനർജി അസോസിയേറ്റഡ് ബൈ അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. എനർജി റിലീസ്ഡ് ഇൻ ദ ഫിഷൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് യുറേനിയം. ആ ഡേറ്റ ഒക്കെ ഓർത്ത് വയ്ക്കണം. ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്നു. അറിയാം, ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് എനർജി റിലീസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം യുറേനിയത്തിൽ നിന്ന് എത്രത്തോളം എനർജി കിട്ടുമെന്നാണ്. ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷൻ്റെ തിയറി പ്രകാരം ഫിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഫിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുറേനിയത്തിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടോ അത്രയും ഫിഷൻ നടക്കും.
അപ്പോൾ റേറ്റ് ഓഫ് ഫിഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റമാണ്. അപ്പോൾ ഒരു ഫിഷനിൽ നിന്ന് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എത്ര ഫിഷൻ നടന്നു തീരുമാനിക്കുന്നത് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടെന്നനുസരിച്ചാണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കെമിസ്ട്രിക്ക് അകത്തെ ഒരു ഫോർമുല നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആ ഗിവൺ സ്പെസിമെൻ്റെ മാസ് ഗ്രാമിലെടുക്കുക, മാസ് ഇൻ ഗ്രാം, ബൈ അതിൻ്റെ ഗ്രാമറ്റോമിക് മാസ് എടുക്കുക, ഗ്രാമറ്റോമിക് മാസ്. അതിനെ അവഗാഡോ നമ്പർ കൊണ്ട് ഗുണിക്കുക. ഞാൻ അതിനെ NA എന്ന് എഴുതുകയാണ്, അവഗാഡോ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിലോഗ്രാം യുറേനിയം ഉണ്ട്. അപ്പോൾ മാസ് ഇൻ ഗ്രാം എടുക്കുമ്പോൾ 1000 ഗ്രാമാണ്. ബൈ അതിൻ്റെ ഗ്രാമറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 235 ആണ്. 235 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23. ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഫിഷൻ നടക്കും. അപ്പോൾ ഒരു ഫിഷനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എത്രയാണ്? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ടോട്ടൽ എനർജി ഇത് മൊത്തം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. എത്രയാണ്? 1000/235 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. പിന്നെ ഇൻറ്റു എനർജി റിലീസ്ഡ് പെർ ഫിഷൻ എന്ന് പറയുന്നത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. യുറേനിയം 235 ഒരു റിയാക്ഷൻ നടന്നാലോ ഒരു ഫിഷൻ നടന്നാലോ ഒരു ആറ്റത്തിൽ നിന്നാണ് ഒരു ഫിഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇപ്പോൾ 10 ആറ്റം ഉണ്ടെങ്കിൽ 10 ഫിഷൻ നടക്കും. അപ്പോൾ എനർജി റിലീസ്ഡ് എന്ന് വെച്ചാൽ ഇതിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 200 ഇൻറ്റു മെഗയുടെ 10⁻6 ഇടണം. ഇലക്ട്രോൺ വോൾട്ടിന് ജൂളിലാക്കാൻ 1.6 ഇൻറ്റു 10⁻19 ഇടണം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് 1000 എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് 1000 എന്ന് എഴുതാം. ഇത് 1000 അപ്രോക്സിമേറ്റ് 6 എന്നങ്ങ് എടുക്കാം. 6 ഇൻറ്റു 10⁻23 ഇൻറ്റു ഇവിടെ നമുക്ക് 2 ഇൻറ്റു ഇതിന് 10⁻8 എന്ന് എടുക്കാം. 10⁻8 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 ബൈ 235 ശരിയല്ലേ? അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8.2 ഇൻറ്റു 10⁻+13 ജൂളാണ്. ഈ ഡേറ്റ ഓർത്ത് വെച്ചാലും മതി. 1 ഗ്രാം ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ആറ്റം എടുക്കുമ്പോൾ 1/235. അപ്പോൾ 1 കിലോഗ്രാം യുറേനിയം കംപ്ലീറ്റ് ആയിട്ട് എനർജി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ്. 8.2 ഇൻറ്റു 10⁻13 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ റിയാക്ടറിൻ്റെ പവറൊക്കെ ചോദിക്കും. ഒരു റിയാക്ടറിൻ്റെ പവർ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. ഇപ്പോൾ റിയാക്ടറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈമാണ്. എനർജി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ റിലീസ് ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ആറ്റംസ് N ആണെങ്കിൽ ടോട്ടൽ എനർജി N ഇൻറ്റു E/T എന്ന് എടുക്കണം. അപ്പോൾ പവർ ഓഫ് റിയാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഈ N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഫിഷനാണ്, ഫിഷൻ്റെ റേറ്റ് ആണ്. നമ്പർ ഓഫ് ഫിഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫിഷൻ ഇൻറ്റു എനർജി റിലീസ്ഡ് പെർ ഫിഷൻ ബൈ ടൈം. അപ്പോൾ പവർ കണ്ടുപിടിക്കുക. ഇനി റിയാക്ടറിൻ്റെ പവർ തന്നിട്ട് എത്രത്തോളം യുറേനിയം ഒക്കെ അത് വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്നിനകത്ത് നിന്ന് മാസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റിയാക്ടറിൻ്റെ പവറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. NE/T. അപ്പോൾ എത്രത്തോളം റിയാക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സ്പെസിമിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ്. നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം അറ്റോമിക് മാസിൻ്റെ അവഗാഡോ നമ്പർ എടുത്താൽ. അടുത്ത ക്വസ്റ്റ്യൻ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ ആക്റ്റീവ് സാമ്പിൾ S1 എന്ന് പറയുന്നതിന് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 5 മൈക്രോ ക്യൂരിയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഡിസിൻറ്റഗ്രേഷൻ, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈമാണ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി R അല്ലെങ്കിൽ A കൊണ്ട് കാണിക്കാറുണ്ട്. A or R വിച്ച് ഈസ് ഈക്വൽ ടു അത് ലാംഡ ഇൻറ്റു N ആണ്. ലാംഡ ഡീകേ കോൺസ്റ്റൻ്റ് ആണ്. ലാംഡ ആരാണ്? ഡീകേ കോൺസ്റ്റൻ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. dN/dt ആണ്, -dN/dt ആണ്. അതിൽ -dN/dt ആണ് ആക്ടിവിറ്റി എന്ന് എടുക്കുന്നത്. അത് ലാംഡ എന്നിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ -dN റേറ്റ് ഓഫ് ഡീകേ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അതിന് ഒരു യൂണിറ്റാണ് ക്യൂരി എന്ന് പറയുന്നത്. SI യൂണിറ്റ് ബക്രയിലാണ്, വേറൊരു യൂണിറ്റ് ക്യൂരിയാണ്. അപ്പോൾ മൈക്രോ ക്യൂരിയിലാണ്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി പറയുന്നതാണ് ഇതിൽ. അപ്പോൾ ഇവിടെ 2 സ്പെസിമെൻ ഉണ്ട്. ഒന്ന് S1 എന്ന് പറയുന്ന ഒരു സാമ്പിൾ. അപ്പോൾ 2 റേഡിയോ ആക്റ്റീവ് സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് സാമ്പിൾ S1 ഉണ്ട്.
റേഡിയോ ആക്റ്റീവ് സാമ്പിൾ S2 ഉണ്ട്, രണ്ട് സാമ്പിളുണ്ട്. സാമ്പിൾ S1 ഉണ്ട്, സാമ്പിൾ S2 ഉണ്ട്. ഇനി സാമ്പിൾ S1ൻ്റെ ആക്ടിവിറ്റി 5 മൈക്രോ ക്യൂരിയാണ്. അതിനകത്ത് ട്വൈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ആസ് അനദർ സാമ്പിൾ S2. അപ്പോൾ S2 എന്നുള്ള നമ്പർ N2 എന്ന് പറയുന്ന അതിലെ നമ്പർ ആണെങ്കിൽ അത് N0 എന്ന് വിചാരിച്ചാൽ ഈ ഒന്നാമത്തെ സാമ്പിളിലെ നമ്പർ അതിൻ്റെ ഡബിളായിട്ട് എടുക്കണം. 2 times N2 എന്നാണ്. അപ്പോൾ 2N0 എന്ന് എടുക്കണം. ഇനി വിച്ച് ഹാസ് ആൻ ആക്ടിവിറ്റി 10 മൈക്രോ ക്യൂരി. അപ്പോൾ S2 എന്ന് പറയുന്ന സാമ്പിളിൻ്റെ റേഡിയോ ആക്ടിവിറ്റി A2 എന്ന് പറയുന്നത് 10 മൈക്രോ ക്യൂരിയാണ്. മൈക്രോ ക്യൂരി. CI എന്ന് പറഞ്ഞാൽ ക്യൂരി എന്നാണ് വായിക്കുന്നത്, മൈക്രോ ക്യൂരി. ആദ്യത്തെ സാമ്പിളിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് 5 മൈക്രോ ക്യൂരിയുമാണ്. പക്ഷേ നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പിന്നെ എന്താണ് ഹാഫ് ലൈഫുകൾ കണക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് രണ്ടുപേരെയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം രണ്ടുപേരുടെ ആക്ടിവിറ്റി തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ A1 എന്ന് പറയുന്ന നമുക്ക് λ1 N1 എന്ന് എഴുതാം. ഇപ്പോൾ A1 എന്ന് പറയുന്നത് λ1 N1 എന്ന് എഴുതാം. രണ്ടാമത്തെ സാമ്പിളിൻ്റെ ആക്ടിവിറ്റി A2 എന്ന് പറയുന്നത് λ2 N2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ A1/A2 എടുത്താൽ ആക്ടിവിറ്റി ഓഫ് ഫസ്റ്റ് ബൈ ആക്ടിവിറ്റി ഓഫ് സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് λ1/λ2 ഇൻറ്റു N1/N2 എന്ന് വരും. N1/N2. അതിൽ എനിക്ക് λ1/λ2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം, ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. A1 എന്ന് പറഞ്ഞാൽ 5 ആണ്, A2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 5/10 = dk കോൺസ്റ്റൻറ്റ് ഓഫ് ഫസ്റ്റ് ബൈ dk കോൺസ്റ്റൻറ്റ് ഓഫ് സെക്കൻഡ് ഇൻറ്റു N1 എന്ന് പറയുന്നത് 2N0 ആണ്. N2 എന്ന് പറയുന്നത് N0 N0 കിട്ടിപ്പോയി. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1/2 = 2 ഇൻറ്റു λ1/λ2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? 1/2 = 2 ഇൻറ്റു λ1/λ2. അങ്ങനെയാണെങ്കിൽ ഈ 2നെ ഇപ്പുറത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ 1/4 = dk കോൺസ്റ്റൻറ്റ് ഓഫ് ഫസ്റ്റും dk കോൺസ്റ്റൻറ്റ് ഓഫ് സെക്കൻഡും നമ്മൾ റിലേഷൻ കിട്ടി. λ1/λ2 = 1/4 ആണ്. ഇനി ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സാമ്പിളിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് T ഹാഫ് എന്ന് പറഞ്ഞാൽ ln2 log 2 0.693 എന്ന് പറയും ബൈ dk കോൺസ്റ്റൻ്റ് ആണ്. ln2 എന്ന് പറഞ്ഞാൽ log ബൈ C ആണ്. ln2 = 0.693 dk കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, T ഹാഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. T ഹാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ലാംഡ. അപ്പോൾ T ഹാഫ് ഓഫ് സ്പെസിമെൻ A ബൈ T ഹാഫ് ഓഫ് സ്പെസിമെൻ 2 എടുക്കുമ്പോൾ എന്ത് വരും? which is equal to λ2/λ1 എന്ന് വരും. λ2/λ1 അത് എത്ര കിട്ടും? λ1/λ2 1/4 ആണെങ്കിൽ ഇത് 4 എന്ന് കിട്ടും. ഇപ്പോൾ റിലേഷൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് T1 എന്ന് വെച്ചാൽ 4 sin സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ T1 = എന്ത് വരണം? 4T2. ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് = 4 times ഹാഫ് ലൈഫ് ഓഫ് സെക്കൻഡ്. ഇനി ഓരോ റിലേഷൻ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. T1 = 4T2 ആണ്. 10 years ഈച്ച് പറ്റില്ലല്ലോ, ഇല്ല. 5 years ഈച്ച് പറ്റില്ലല്ലോ, 5ഉം 10ഉം പറ്റത്തില്ല, കാരണം T1 = 4T2 ആണ്. അപ്പോൾ T2 5 ആണെങ്കിൽ 5 × 4 10 വരും, ഇത് 20 വരും. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 20 yearsഉം 5 year, കാരണം T1 = 4T2 ആണ്. അപ്പോൾ T1 = 4T2 വരുന്നത് നമ്മുടെ ഈ റിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ ആക്ടിവിറ്റി റിലേഷൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് dk കോൺസ്റ്റൻറ്റുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ln2/λ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റ് excited by a monochromatic radiation of wavelength 975 angstrom. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് റിസൾട്ടിങ് സ്പെക്ട്രം. ഇപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് എമിഷൻ നടക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്, n × n-1/2. ഈ n എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടം ലെവലാണോ ചാടുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി എന്ന് പറഞ്ഞാൽ -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ഈ എനർജിയിലിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോൺ വരികയാണ്, ഒരു ഫോട്ടോൺ വന്ന്, അപ്പോൾ ഈ ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കുക, അതിൻ്റെ വേവ് ലെന്ത് വന്നിട്ടുണ്ട് എത്രയാണ്? 975 ആങ്സ്ട്രം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, എനർജിയിൽ ഇലക്ട്രോൺ വോൾട്ട് കണ്ടുപിടിക്കാൻ വേവ് ലെന്ത് ആങ്സ്ട്രമിലാണെങ്കിൽ 12400 / വേവ് ലെന്തിന് ആങ്സ്ട്രമിൽ എടുത്താൽ മതി.
hc/λ ഈ ഒരു ഇക്വേഷൻ അത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നാനോമീറ്ററിലാണെങ്കിൽ 1240 വേവ് ലെന്ത് നാനോമീറ്റർ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഒന്ന് മാറ്റണ്ട. അപ്പോൾ 12400/975 അത് നമുക്ക് 12 സംതിങ് കിട്ടും. ആ എനർജി എന്ന് പറയുന്നത് 12.7 സംതിങ് കിട്ടും. 12.7 സംതിങ് കിട്ടും ആ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12.7 സംതിങ് കിട്ടും. ഈ 12.7 നമ്മുടെ ഈ പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 13.6 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു എനർജി കിട്ടി 12.75 സംതിങ് കിട്ടും. അപ്പോൾ ഈ എനർജി എന്ന് വെച്ചാൽ ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി, ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓൾറെഡി -13.6 ആണ്, പ്ലസ് 12.75. അപ്പോൾ -8.5 അപ്രോക്സിമേറ്റ് 0.8 വരും. ഇത്ര ഇലക്ട്രോൺ കൊണ്ടുവരും. ഇനി ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അതിൻ്റെ എനർജീനെ എന്ത് ലെവൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല -13.6 Z²/n² ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ആകുമ്പോൾ n 1 ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ് ആകുമ്പോൾ -13.6/4 -3.4, പിന്നെ -13.6/9 -13.6/16 -13.6/16 -0.85 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ -0.85 വരുന്നത് n = 4th ലെവലിലാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -0.85 ആയിട്ടുണ്ട്. അപ്പോൾ ദിസ് എനർജി എന്ന് പറയുന്നത് കറസ്പോണ്ട് ടു ഓർബിറ്റൽ കോൺസ്റ്റന്റ് നമ്പർ n = 4 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 4th ഓർബിറ്റൽ എനർജിക്ക് ഇക്വലൻ്റ് ആണിത്. അപ്പോൾ ഈ 975 ആങ്സ്ട്രോമിലുള്ള ഫോട്ടോൺ വന്ന് വീഴുമ്പോൾ അതിൻ്റെ എനർജിയുടെ ഇലക്ട്രോണിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിയർലി ഈ ഒരു ലെവലിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കാൻ n × n - 1. അപ്പോൾ 4 × 4 - 1/2. അപ്പോൾ 12/2 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 സ്പെക്ട്രൽ ലൈൻസ് എമിറ്റ് ചെയ്യപ്പെടും. 6 സ്പെക്ട്രൽ ലൈൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് സർട്ടൻ ന്യൂക്ലിയസ് ഈ 7.2 ഫെർമിമീറ്റർ. ചാർജ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർട്ടൻ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ R = R0 × A⁻⁴ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് അതിൻ്റെ അറ്റോമിക് നമ്പറിൽ മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. R0 A⁻⁴ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഈ മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് A⁻⁴ എന്ന് വെച്ചാൽ R/R0 എന്ന് എടുക്കാം. R/R0. R എന്ന് പറഞ്ഞാൽ 7.2 ആണ്. പൈ 1.2. അപ്പോൾ ഇത് 6 എന്ന് വരും. അപ്പോൾ A എന്ന് പറയുന്നത് 6/3 വരും. അപ്പോൾ R-ൻ്റെ ക്യൂബ് വരും 216 എന്ന് വരും. R-ൻ്റെ ക്യൂബ് 216 ആണ്. ശരിയല്ലേ? 216 എന്ന് വരും. അപ്പോൾ 216 എന്ന് വരും. അപ്പോൾ മാസ് നമ്പർ കിട്ടി. എനിക്ക് വേണ്ട നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണം, ഏറ്റവും നമ്പർ ഇവിടെ കണ്ടുപിടിക്കണം. ഇനി ഒരു ന്യൂക്ലിയസിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് നമ്പർ ഇൻറ്റു ചാർജ് എന്ന് പറയുന്നത് ചാർജ് Q = അതിൻ്റെ ചാർജ് നമ്പർ Z ഇൻറ്റു ബേസിക് യൂണിറ്റ് ആണ്. പോസിറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ ന്യൂക്ലിയസിന്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് വെച്ചാൽ ZE ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് ഇൻറ്റു ഇലക്ട്രോൺ ബേസിക് യൂണിറ്റ് ഇയുടെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ Q തന്നിട്ടുണ്ട്. അപ്പോൾ Z കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ടോട്ടൽ ചാർജിനെ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ Q = എത്രയാണ്? 1.28 × 10⁻⁻17 ആണ്. ഈ ലെവൽ എത്രയാണ്? 1.6 × 10⁻⁻19 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 മുകളിൽ വരും. 19 അപ്പോൾ 128/1.6 ആവും. അത് 80 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ A - Z എടുത്താൽ മതി. എത്രയാണ്? A 216. 216 - 80 എത്ര കിട്ടും? 216 - 80 എടുത്താൽ പോരെ? 216 - 80 എത്ര കിട്ടും? 136 അല്ലേ? 136 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? എമിറ്റ് 3 ആൽഫ പാർട്ടിക്കിൾ, 2 പോസിട്രോൺ,
അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോണും പ്രോട്ടോണും ഫൈനൽ ന്യൂക്ലിയസ് എന്തായിരിക്കുന്നതാണ്. അപ്പോൾ ആൽഫ എമിഷൻ നടക്കുമ്പോൾ ആൽഫ ഡി കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽഫ ഡി കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽഫ ഡി കെ നടക്കുമ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ് പുറത്ത് പോകുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിക്രീസസ് ബൈ 4 ആയിരിക്കും. മാസ് നമ്പർ ഡിക്രീസസ് ബൈ 4, അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. ശരിയല്ലേ? ഡിക്രീസസ് ബൈ 2. അപ്പോൾ ഇതൊരു ആൽഫ ഡി കെ പ്രോസസ് ആണെങ്കിൽ എക്സിസെഡ് ഒരു ആൽഫ എമിറ്റർ ആണെങ്കിൽ ഇതൊരു ഡാറ്റർ ന്യൂക്ലിയസ് ആകുമ്പോൾ ഇത് Z-2 ആവും, A-4 ആവും, പിന്നെ ഒരു ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആൽഫ പുറത്തേക്ക് വരും. ഇനി പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് പോസിട്രോൺ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ കൂടുതൽ പ്രോട്ടോണുകളുള്ള ന്യൂക്ലിയസിലാണ് ഈ പോസിട്രോൺ എമിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു ന്യൂട്രോണും പിന്നെ പോസിറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണും പിന്നെ ഒരു ചാർജും ഇല്ലാത്ത ഒരു ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ടാവും. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് എക്സസ് പ്രോട്ടോൺ വരുമ്പോൾ അത് ന്യൂട്രോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ പ്രോട്ടോൺ ഒന്ന് കുറയും, പക്ഷേ ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാസ് നമ്പർ മാറത്തില്ല. അപ്പോൾ എക്സിസഡ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഒരു പോസിട്രോൺ എമിഷൻ, പോസിട്രോൺ നമ്മൾ ബീറ്റ പ്ലസ് എന്നാണ് പറയുന്നത്, എമിറ്റർ ആണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ പാരൻ ന്യൂക്ലിയസിൻ്റെ പ്രോട്ടോൺ നമ്പർ ഒന്ന് കുറയും. അപ്പോൾ Z-1 ആയിരിക്കും, മാസ് നമ്പർ മാറ്റമൊന്നുമില്ല. പിന്നെ അവിടെ വരുന്ന ആരാണ്? ബീറ്റ പ്ലസ് ആണ്, ബീറ്റ പ്ലസ്. കൂടെ വരുന്ന ആളിൻ്റെ പേര് ന്യൂട്രിനോ എന്നാണ്, ന്യൂട്രിനോ. ഇനി സാധാരണഗതിയിൽ ബീറ്റ എമിഷൻ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിഷനാണ്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. അതിനെ പോസിട്രോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ. അതിൽ ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ വളരെ കൂടുതലാണെങ്കിൽ ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും കൂടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, ആൻറ്റി ന്യൂട്രിനോ. അപ്പോൾ ഇതാണ് ബീറ്റ മൈനസ് ഡി കെ എന്ന്. ഈ ബീറ്റ മൈനസ് ഡി കെയിൽ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ന്യൂക്ലിയസിനകത്ത് തന്നെ നിൽക്കും, ഇലക്ട്രോണും ഇതും ഇജക്റ്റ് ചെയ്യും. അതുപോലെ ഇവിടെ ന്യൂട്രോൺ ഇവിടെ തന്നെ നിൽക്കും, പോസിട്രോണും ഇതും ഇജക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കൂടുമ്പോൾ ബീറ്റ മൈനസ് ഡി കെയാണ് സിംപ്ലി ബീറ്റ ബീറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബീറ്റ ഡിസിൻറ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എക്സിസഡ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഒരു ബീറ്റ എമിറ്റർ ആണെങ്കിൽ, ബീറ്റ എമിറ്റർ എന്ന് വെച്ചാൽ ബീറ്റ മൈനസ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് ബീറ്റ എമിറ്റർ ആണെങ്കിൽ അത് Y എന്ന് പറയുന്ന ഡോട്ടർ ന്യൂക്ലിയസ് ആകുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കൂടുമ്പോൾ Z+ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മാസ് നമ്പർ അങ്ങനെ തന്നെ ആരാണ്? ബീറ്റ പ്ലസ്. ദെൻ ഇവിടെ ഉണ്ടാകുന്ന ആളിൻ്റെ പേര് ആൻറ്റി ന്യൂട്രിനോ എന്നാണ്. അപ്പോൾ ബീറ്റ മൈനസിൽ സംഭവിക്കുന്നത് അറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ റിമെയിൻ സെയിം. ബീറ്റ പ്ലസ്സിൽ സംഭവിക്കുന്നത് അറ്റോമിക് നമ്പർ 1 കുറയും. ബീറ്റ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷൻ നടക്കുകയാണ് ന്യൂക്ലിയസിനകത്ത്. അപ്പോൾ കൂടുതൽ നമ്പറുള്ള പ്രോട്ടോണുകൾ കൂടുവരുന്ന ന്യൂക്ലിയസാണ് സാധാരണ രീതിയിൽ ബീറ്റ പ്ലസ് എമിഷൻ നടത്തുന്നത്. ന്യൂക്ലിയോണിൻ്റെ എണ്ണത്തിൽ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുതലുള്ള ന്യൂക്ലിയസാണ് ഈ രീതിയിൽ എമിഷൻ നടത്തുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ 3 ആൽഫയും 2 പോസിട്രോണും, 3 ആൽഫയും 2 പോസിട്രോണും. ഇപ്പോൾ XZ A 3 ആൽഫയും 2 പോസിറ്റീവാണ്. അപ്പോൾ 3 ആൽഫ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് Y ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 2 വെച്ച് കുറയുമ്പോൾ Z-6 ആയി. ഇത് 4 വെച്ച് കുറയുമ്പോൾ A-12 ആയി. പിന്നെ 2 പോസിട്രോൺ, ഇപ്പോൾ 2 ബീറ്റ പ്ലസ്. അപ്പോൾ ഇത് പിന്നെയും 2 കുറയും. അപ്പോൾ ഇത് Y' ആയെന്ന് വിചാരിക്കുക, Y'. അപ്പോൾ അത് Z-6 -2 ആയി. ഇത് A-12 തന്നെ. ഫൈനൽ ന്യൂക്ലിയസിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. ഇതാണ് ഫൈനൽ ന്യൂക്ലിയസ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ഫൈനൽ ന്യൂക്ലിയസ്, നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ഫൈനൽ ന്യൂക്ലിയസ്, ഫൈനൽ ന്യൂക്ലിയസ്. അതിൻ്റെ A-Z എടുക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ഫൈനൽ ന്യൂക്ലിയസ് ബൈ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് എടുക്കേണ്ടത് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ട? റേഷ്യോ നമ്പർ ഓഫ് ന്യൂട്രോൺ ടു പ്രോട്ടോണിൻ്റെ എണ്ണം ഫൈനൽ ന്യൂക്ലിയസിൽ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ഫൈനൽ ന്യൂക്ലിയസ് എന്ത് വരും? A-12 മൈനസ് Z മൈനസ് 6-2 8 Z-8. അപ്പോൾ ഇത് എത്ര കിട്ടും? A-12 8. അപ്പോൾ A-Z ഇവിടെ +8 ആവും, -12 +8 കൂടെ ആയാൽ -4 ആയി. അപ്പോൾ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോൺ ബൈ പ്രോട്ടോൺ N/P. അപ്പോൾ ഫൈനൽ ന്യൂക്ലിയസിലെ നമ്പർ ഓഫ് ന്യൂട്രോൺ A-Z-4. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ സാധനമാണ് പ്രോട്ടോൺ Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? Z-8. അപ്പോൾ A-Z-4 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺ, Z-8 ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺ. സോ കറക്റ്റ് ആൻസർ ഈസ്
എ മൈനസ് ഇസഡ് മൈനസ് 4 ബൈ ഇസഡ് മൈനസ് 8. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ യുറേനിയം 235 ന്യൂക്ലിയസ് ഒറിജിനലി അറ്റ് റെസ്റ്റ്. അപ്പോൾ എല്ലാ ഡിസിൻറ്റഗ്രേഷനിലും മൊമെൻറ്റം കൺസിഡർഡ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്, കാരണം റെസ്റ്റ് ആണ്. ഡീകെ ചെയ്യുന്നു. ഈ ഡീകെ എന്ന് പറയുന്നത് സാധാരണ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഇത് എല്ലാ ഡീകെയും ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു റോക്ക് എക്സ്പ്ലോഡ് ചെയ്യുന്നു, ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു, ന്യൂക്ലിയസ് എക്സ്പ്ലോഡ് ചെയ്യുന്നു, അവിടെ എല്ലാ മൊമെൻറ്റം കൺസിഡർഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ നടന്നു. അപ്പോൾ എന്ത് ചെയ്തു, റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ആൽഫ ഉണ്ടാവും, നമ്മുടെ റിമൈനിങ് ന്യൂക്ലിയസ് മൂവ് ചെയ്യും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൊമെൻറ്റം ഓഫ് ആൽഫ പ്ലസ് മൊമെൻറ്റം ഓഫ് റിമൈനിങ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, റിമൈനിങ് റെസിഡ്യൂവൽ ന്യൂക്ലിയസ് പി. അപ്പോൾ നിങ്ങൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ പി ആൽഫ പ്ലസ് പി എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഓഫ് ആരായിരിക്കും? റെസിഡ്യൂവൽ ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം പി ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് പി എൻ ആണ്. അപ്പോൾ പി ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് പി എൻ എന്ന് കിട്ടും. പി ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് പി എൻ ആണ്. പി ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് പി എൻ ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളുടെ മൊമെൻറ്റം എം ആൽഫ ഇൻറ്റു അതിൻ്റെ സ്പീഡ് വി ആൽഫ. ആൽഫ പാർട്ടിക്കിൾ പോകുന്ന സ്പീഡ് യു എന്ന് തന്നിട്ടുണ്ട്, മൈനസ് പിന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിഡ്യൂവൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ പോയി കഴിഞ്ഞാൽ 238 ആണ്. അപ്പോൾ റെസിഡ്യൂവൽ ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ മാസ് എന്ന് പറയുന്ന ആൽഫ പോയി കഴിഞ്ഞാൽ പിന്നെ 234 അതിൻ്റെ മാസ്. അപ്പോൾ 234 ഇത് എം എന്നങ്ങ് എടുക്കാം, ഇതിൻ്റെ മാസ് എം എന്ന് എടുക്കാം. പിന്നെ 234 എം ആണ് ഇതിന് വരുന്നത്, 234 എന്ന് പറയും. പിന്നെ അതിൻ്റേത് നമുക്ക് കണ്ടുപിടിക്കണം, അതിൻ്റെ സ്പീഡ്. അപ്പോൾ നമുക്കിവിടെ ആ റെസിഡ്യൂവൽ ന്യൂക്ലിയസിൻ്റെ വി എന്ന് പറഞ്ഞാൽ എം വെട്ടിപ്പോവും. എത്ര കിട്ടി? മൈനസ് 234. ദ റീകോയിൽ സ്പീഡ് ഓഫ് റെസിഡ്യൂവൽ ന്യൂക്ലിയസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ വി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ വി ആൽഫ. വി ആൽഫ എന്ന് പറയുന്നത് ഇത് റീകോയിൽ വെലോസിറ്റിയാണ് നമ്മൾ എഴുതുന്നത്. റീകോയിൽ വെലോസിറ്റി, വെലോസിറ്റി വെക്ടർ അതിൻ്റെ സൈനോട് ഇട്ട് എഴുതാണ്. അപ്പോൾ റീകോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി ആൽഫ. വി ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ മാസ് 4m ആണ് അല്ലേ. ഇതിൻ്റെ 4m ആണ്. ഹീലിയം എന്ന് പറയുന്നതിൻ്റെ ആൽഫ പാർട്ടിക്കിൾ ഹീലിയത്തിന് ഇക്വലൻ്റ് അല്ലേ. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് എടുക്കുമ്പോൾ ഇത് 4m, മറ്റേത് 234 × m എന്നെടുക്കുക. അപ്പോൾ എന്ന് കിട്ടി 4 × വി ആൽഫ 4u ബൈ എത്ര? 234 മൈനസ് ഇത് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ സ്പീഡ് ആണെങ്കിൽ സ്പീഡ് ചോദിച്ചാൽ സൈൻ എടുക്കണ്ട, കാരണം സ്പീഡ് ഒരിക്കലും എന്ത് പറയത്തില്ല, നെഗറ്റീവ് പറയത്തില്ല. അപ്പോൾ റീകോയിൽ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. റീകോയിൽ സ്പീഡ് ആണെങ്കിൽ റീകോയിൽ സ്പീഡ് never take the sign, speed is a scalar quantity, so the answer is 4u by 234. അപ്പോൾ റീകോയിൽ സ്പീഡ് ആണെങ്കിൽ ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. റീകോയിൽ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി റീകോയിൽ കാണിക്കാൻ വേണ്ടി മൈനസ് കൊടുക്കുക. അപ്പോൾ ഇത് മൊമെൻറ്റം കൺസർവേഷനാണ്. എല്ലാ എക്സ്പ്ലോസീവ് പ്രോസസ്സിലും മൊമെൻറ്റം എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതുപോലെ ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ മൊമെൻറ്റം കൺസർവ് ചെയ്യും, അതുപോലെ തന്നെ ചാർജ് നമ്പർ കൺസർവ് ചെയ്യും, മാസ് നമ്പർ കൺസർവ് ചെയ്യും. എല്ലാ കൺസർവേഷൻ ലോസും ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ X1 X2 ഡീകെ കോൺസ്റ്റൻറ്റ് 10 ലാംഡയും ലാംഡയും ആണ്. ഇനിഷ്യലി ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയൈ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ 1/e ആകുന്ന സമയം, അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ലോ ഇതാണ്. n = n0 e⁻ λt ആണ്. ഇതിൻ്റെ പേര് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ലോ എന്നാണ്, റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ എന്നാണ്. അപ്പോൾ ആദ്യം x എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ n ഓഫ് x1 എന്ന് വിളിക്കാം. ഇനിഷ്യൽ നമ്പർ രണ്ടുപേർക്ക് സെയിം ആണ്, n0 × e⁻, അതിൻ്റെ ഡീകെ കോൺസ്റ്റൻറ്റ് 10 ലാംഡയാണ്. അപ്പോൾ 10 ലാംഡ ഇൻറ്റു ടൈം t. അങ്ങനെയാണെങ്കിൽ അടുത്ത n ഓഫ് x2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ നമ്പർ n0 ആണ്, e⁻, അതിൻ്റെ ഡീകെ കോൺസ്റ്റൻറ്റ് ലാംഡ ഇൻറ്റു t. ഈ റേഷ്യോ എന്ന് പറയുന്നത് 1/e ആണ്. അപ്പോൾ ഇക്വേഷൻ 1/2 എടുക്കുകയാണ്. അപ്പോൾ n ഓഫ് x1 ബൈ n ഓഫ് x2 എടുക്കുമ്പോൾ n0 വെട്ടിപ്പോവും. അപ്പോൾ e⁻10 ലാംഡ t ബൈ e⁻ ലാംഡ t. n ഓഫ് x1 ബൈ n ഓഫ് x2 1/e ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1/e കൊടുക്കുക. അപ്പോൾ 1/e ഈസ് ഈക്വൽ ടു ഇതിനൊക്കെ മുകളിലോട്ട് റൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ e⁻10 ലാംഡ t പ്ലസ് e⁻ ലാംഡ t. അപ്പോൾ ഈ കോമൺ ആയിട്ട് എടുത്താൽ മതിയല്ലോ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/e ഈസിക്കൽ എന്ത് കിട്ടി? e റേസ് ടു -9 λt. ശരിയല്ലേ? ഇത് a/m/a/n ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/e ഈസിക്കൽ e റേസ് ടു -9 λt. ഇതിനെങ്ങനെ എഴുതാം? ഇതിനെ കൂടെ താഴോട്ട് എഴുതി കഴിഞ്ഞാൽ 1/e ഈസിക്കൽ ടു 1/e റേസ് ടു 9 λt. ഈയുടെ പവർ എക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഈക്വൽ ടു 9 λt. ഇവിടെ ഈയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇവിടെ 9 λt ആണ്. Therefore the time t ഈസിക്കൽ എന്ത് കിട്ടി? 1/9. അപ്പോൾ റേഡിയോ ആക്റ്റീവ് സാമ്പിളിൻ്റെ ഡീകെ കോൺസ്റ്റൻറ്റ് തന്നിട്ട് ഇത്ര സമയം കഴിയുമ്പോൾ അതിലെ എത്ര സമയം കഴിയുമ്പോഴാണ് ഈ നമ്പർ ഓഫ് ന്യൂക്ലിയ ഇതുപോലെയൊക്കെ ആയിത്തീരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ 4th ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ആറ്റം ക്യാൻ ഗീവ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ സീരീസ് ലൈമാൻ. ആ സീരീസ് എങ്ങനെയാണ്? ലൈമാൻ, ബാൽമർ, പാഷൻ എങ്ങനെയാണ്? അതിൽ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റീജിയനാണ് വരുന്നത്. ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി വിസിബിൾ അല്ല, വിസിബിളുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ വിസിബിൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ആക്ച്വലി അത് പാർഷ്യലി വിസിബിളാണ്. ബാൽമർ സീരീസ് വോളി ഇൻ അൾട്രാ വയലറ്റ് റീജിയൻ ഒന്നുമില്ല. അൾട്രാ വയലറ്റിൻ്റെയും വിസിബിളിൻ്റെയൊക്കെ ഒരു പാർഷ്യലായിട്ടുള്ള സംഭവമാണ്. കറക്റ്റ് ആൻസർ ബാൽമർ സീരീസ് ഈസ് ഇൻ വിസിബിൾ റീജിയൻ പാർഷ്യലിയാണ്. ഇതാണ് കറക്റ്റ് സീരീസ്. ലൈമാൻ സീരീസ് വരുന്നത് UV-യിലാണ്. പാഷൻ സീരീസ് ഒക്കെ വരുന്നത് എന്തിലാണ്? പാഷൻ സീരീസ് വരുന്നത് IR റീജിയനിലാണ്, ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ലൈമാൻ സീരീസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ഇൻ ബാൽമർ സീരീസ്. ബാൽമർ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ഇൻ ബ്രാക്കറ്റ് സീരീസ്. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ സീരീസിൽ നമ്മളെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൈഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1 ലോവർ കോർഡിനൻ്റ് നമ്പർ മൈനസ് ഹയർ കോർഡിനൻ്റ് നമ്പറാണ്. 1/n1² മൈനസ് n2². ഇപ്പോൾ ലൈമാനാണ് നമ്മുടെ സീരീസ് എങ്കിൽ ലോവർ കോർഡിനൻ്റ് നമ്പർ 1ലേക്കായിരിക്കും. ഹയർ എന്ന് പറയുന്നത് 2ൽ നിന്ന് 1ലേക്കാകാം, 3ൽ നിന്ന് 1ലേക്കാകാം, 4ൽ നിന്ന് 1ലേക്കാകാം, അങ്ങനെ പോകും. ഒരു സീരീസിനെ സംബന്ധിച്ചിടത്തോളം ആ സീരീസിലെ ഫസ്റ്റ് മെമ്പറിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ ഡെൽറ്റ E ഈക്വൽ ടു hc/λ ആണ്. അപ്പോൾ ഒരു സീരീസിലെ ഫസ്റ്റ് മെമ്പർ ആകുമ്പോൾ എനർജി ഗ്യാപ്പ് കുറവായിരിക്കും, അപ്പോൾ വേവ് ലെന്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ലൈമാൻ സീരീസിലെ ഫസ്റ്റ് മെമ്പർ. ലൈമാൻ സീരീസിലെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് മെമ്പർ. ഇതായിരിക്കും ആ സീരീസിൽ എന്തെന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. അപ്പോൾ ഇതിനാണ് എനർജി ലീസ്റ്റ്, എനർജി ഏറ്റവും കുറവ്. ഇതാണ് ലോങ്ങസ്റ്റ് വേവ് ലെന്ത് എന്നറിയപ്പെടുന്ന ആ സീരീസിലെ. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഒരു സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് മെമ്പറാണ്. ഇതിങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ പോസിബിളാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് 1ലേക്ക് ചാടുമ്പോഴാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇതിൻ്റെ സീരീസ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് മെമ്പർ, ആ സീരീസിൻ്റെ ലാസ്റ്റ് മെമ്പർ. അപ്പോൾ ഈ ലാസ്റ്റ് മെമ്പറിലേക്ക് വരുമ്പോൾ ഈ ഗ്യാപ്പ് ഭയങ്കര കൂടും. അപ്പോൾ എൻ്റെ ഈ വേവ് ലെന്ത് കുറയും. അപ്പോൾ ഇതിനാണ് ഹയസ്റ്റ് എനർജി. ആ സീരീസിലെ ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത് ലാസ്റ്റ് മെമ്പറിനാണ്. അല്ലെങ്കിൽ അത് ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആയിരിക്കും. ഹയസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ വേവ് ലെന്ത് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ R എന്ന് പറയുന്നത് റൈഡ്ബർഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1.07 × 10⁻⁷ m⁻⁻⁻1 ആണ് റൈഡ്ബർഗിൻ്റെ വില. 1/R നമ്മൾ ന്യൂമറിക്കലി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആങ്സ്റ്റമിൽ എഴുതിയാൽ 912 ആങ്സ്റ്റം എന്നാണ് അതിൻ്റെ ന്യൂമറിക്കൽ വില വരുന്നത്. 0.92 × 10⁻⁻7 എന്ന് വരും. അപ്പോൾ 1/Rൻ്റെ ന്യൂമറിക്കൽ വില ഏകദേശം ഇത്രയും വരും. ആറിൻ്റെ വില ഇതാണ്. 1/R എടുത്ത് പിന്നെ അത് ആങ്സ്റ്റമിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുക, 912 ആങ്സ്റ്റം. ഇനി അടുത്ത ബാൽമർ സീരീസ് ആണെങ്കിൽ ലോവർ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ബാൽമർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ബാൽമർ സീരീസും ബ്രാക്കറ്റ് സീരീസും ആണ്. അപ്പോൾ ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ബാൽമറിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ലെവൽ n1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഹയർ ലെവൽ എന്ന് പറയുന്നത് n2 = 3, 4 എക്സെട്ര ഇൻഫിനിറ്റി വരും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് മെമ്പർ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഇതിൻ്റെ ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ n1 = 2 എത്രയാ? n2 = ഇൻഫിനിറ്റിയുമാണ്. അപ്പോൾ 1/λ ബാൽമർ ഷോർട്ടസ്റ്റ്, 1/λ ബാൽമർ ഷോർട്ടസ്റ്റ് ഈസ് ഈക്വൽ ടു R ×
1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അപ്പോൾ n1 സ്ക്വയർ മാത്രം എടുത്തത്, അപ്പോൾ r/4 എന്ന് കിട്ടി. ഇതിനെ ലാംഡ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എനിക്ക് 1/λ ഇത് എഴുതി കഴിഞ്ഞാൽ അത് r/4 എന്ന് വരും അല്ലേ. അപ്പോൾ ലാംഡ എന്ന് വരും ഫസ്റ്റ് കേസിൽ 4/r എന്ന് വരും. അല്ലെങ്കിൽ എനിക്ക് ആറിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ നിന്ന് ആറിനെ എലിമിനേറ്റ് ചെയ്ത് സെക്കൻഡ് കേസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ലാംഡ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 = എന്തെന്ന് കിട്ടി, 6 ലാംഡ. അപ്പോൾ റൈഡ്ബർഗ് എന്ന് പറയുന്നത് ഈ ലാംഡയായിട്ട് എഴുതിയാൽ ഷോർട്ടസ്റ്റ് വേവ് ലെന്തിൻ്റെ 4/1 ഫസ്റ്റ് കേസിലെ റൈഡ്ബർഗ് എന്ന് പറയും. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ബ്രാക്കറ്റ് സീരീസിലെ ഷോർട്ടസ്റ്റ് ആണ്, ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റ് ആകുമ്പോൾ സീരീസ് 4 ആണ്. അപ്പോൾ ലോവർ ലെവൽ 4ലേക്കായിരിക്കും, ഹയർ ലെവൽ എന്തായിരിക്കും 5, 6, 7 എക്സെട്ര ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാക്കറ്റ് സീരീസിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ബ്രാക്കറ്റ് സീരീസിലെ. അപ്പോൾ നമുക്ക് അതിലെ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് മെമ്പർ. അപ്പോൾ അവിടെ 1/λ ബ്രാക്കറ്റ് BR എന്ന് കിട്ടും. അതിൻ്റെ ഷോർട്ടസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു റൈഡ്ബർഗ് ഇൻറ്റു 1/n1 സ്ക്വയർ. n2 ഇൻഫിനിറ്റി ആയി പോകുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ 1/16. അപ്പോൾ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ഷോർട്ടസ്റ്റ് എന്ന് പറയുന്ന r/16 ആണ്. അത് തിരിച്ചിട്ടാൽ 16/r ആയി. 6 നമുക്കിവിടെ λ/4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ എന്താണ്, λ/4 അല്ലേ. 6 എന്താണ് 4/λ അല്ലേ, സോറി 4/λ അല്ലേ, 4/λ. അപ്പോൾ 4/, അപ്പോൾ ഇത് എത്ര കിട്ടി, 4. അപ്പോൾ ബാൽമർ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ലാംഡയാണെങ്കിൽ ബ്രാക്കറ്റ് സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് 4 ടൈംസ് ലാംഡയാണ്. അപ്പോൾ ഈ സീരീസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 4 ലാംഡയാണ് നമ്മുടെ ആൻസർ. ഇതേപോലെ നമുക്ക് ഒരു സീരീസിലെ ഫസ്റ്റ് മെമ്പർ എന്നിട്ട് അടുത്ത സീരീസ്. അപ്പോൾ സീരീസിൻ്റെ ഓർഡർ കൊടുക്കുക, ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ്. ഇങ്ങനെയാണ് സീരീസിൽ. ലൈമാൻ എന്ന് പറയുന്ന UV റീജിയനിലാണ് വരുന്നത്. ബാൽമർ വിസിബിൾ ആണ്, പാർഷ്യലി ആണ് കറക്റ്റ് പറഞ്ഞാൽ. നമ്മൾ തിയറി പഠിക്കുമ്പോൾ വിസിബിൾ ആണ്, കറക്റ്റ് ആൻസർ പാർഷ്യലാണ്. അതുകൊണ്ട് ഓവർലാപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ ഓഫ് ദ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തെ തന്നിരിക്കുന്നത് 13.6 ആണെങ്കിൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം തേർഡ് ഓർബിറ്റ്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, ഈ അയണൈസേഷൻ എന്ന് പറയുന്നത് 13.6. അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ ഗിവൺ 13.6 Z²/n² എന്നാണ് അയണൈസേഷൻ എനർജിയുടെ ഫോർമുല. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് തേർഡ് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നാണ് അയണൈസ് ചെയ്ത് പോകേണ്ടത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ എണ്ണം വരും. അപ്പോൾ 13.6 ഇൻറ്റു Z². അപ്പോൾ പ്ലസ് 13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ടാണ് അയണൈസേഷൻ. അത് നോർമലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇവിടെ തേർഡ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ അയണൈസ് ചെയ്ത് കളയണം. അപ്പോൾ 13.6 ഇൻറ്റു ഹൈഡ്രജൻ ആണ്, അപ്പോൾ Z1 ആണ്, ബൈ n എന്ന് പറയുന്നത് തേർഡാണ്, ബൈ 9. അപ്പോൾ 13.6/9 എടുക്കുമ്പോൾ 1.5 കിട്ടും. അപ്പോൾ പ്ലസ് 1.5 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിന് പ്ലസ് 13.6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അതിന് 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ അയണൈസേഷൻ എനർജിയുടെ ഫോർമുല ചെയ്ത് ആലോചിച്ചാൽ മതി. 13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ N1 കൊടുക്കുക. ഏത് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണെ അയണൈസ് ചെയ്ത് കളയാം. അടുത്ത ക്വസ്റ്റ്യൻ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ആംഗുലാർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തിന് പ്രൊപ്പോർഷണൽ എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്ന ആരാണ്, അത് 2π × ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒമേഗ പ്രൊപ്പോർഷണാലിറ്റി ആരാണ്, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി എന്തായിരുന്നു, n³ എന്തായിരുന്നു, Z², അല്ലേ. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ. അപ്പോൾ ഇത് എന്തിന് പ്രൊപ്പോർഷണലാണ്, പ്രൊപ്പോർഷണൽ ടു ആരാ, ആംഗുലാർ വെലോസിറ്റി അല്ലേ, ഹൈഡ്രജൻ ആറ്റം. T പ്രൊപ്പോർഷണൽ ടു അപ്പോൾ Z²/n³ ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/n³ ആണ് കേട്ടോ. 1/n² അല്ല, ഇവിടെ നമുക്ക് 1/n³ ആക്കാം കേട്ടോ. ഇത് കൊടുത്താൽ 1/n³. ആംഗുലാർ വെലോസിറ്റി അല്ലേ,
ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ പ്രൊപ്പോർഷണൽ ടു 1/n³ ആണ്. n³ അല്ല, n³ ടൈം പീരീഡിനനുസരിച്ചാണ്. ടൈം പീരീഡ് ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി n³ ആണ്. ആദ്യം നമ്മൾ പറഞ്ഞല്ലേ, അപ്പോൾ അത് റിലേഷൻ അതിനകത്ത് മാറിക്കിടക്കുന്നതാണ്. ടി പ്രൊപ്പോർഷണാലിറ്റി n³ ആണ്. ഇപ്പോൾ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ ഇത്, ആംഗുലർ മൊമെൻറ്റം ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി n ആയിരിക്കും. കാരണം L = ബോർ ക്വാണ്ടൈസേഷൻ പ്രകാരം n × h/2π ആണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. ആംഗുലർ ഫ്രീക്വൻസി അത് പ്രൊപ്പോർഷണാലിറ്റി ഫ്രീക്വൻസിയാണ്. അത് 1/n³ ആണ്. അത് പ്രൊപ്പോർഷണാലിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി 1/n³ ആണ്, n³ അല്ല. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണെങ്കിൽ ഇത് വരും, ഇത് n³ ആക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയർ റാപ്ചേഴ്സ് ഇൻറ്റു 2 ന്യൂക്ലിയർ പാർട്ട്, അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ ഓഫ് ന്യൂക്ലിയർ സൈസ് എന്നാണ്. അപ്പോൾ ന്യൂക്ലിയർ സൈസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? a⁻⁴ ആണ്. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു a⁻⁴. എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. ഒരു ന്യൂക്ലിയസിൻ്റെ മാസിന് നമുക്ക് അതിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ വോളിയത്തിൽ നമുക്ക് 4/3 πr³ എന്ന് എഴുതാം. 4/3 πr³ റോ എന്ന് എഴുതാം. അപ്പോൾ മാസ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് വരും? ഡെൻസിറ്റിയൊക്കെ സെയിം ആണ്. എല്ലാ ന്യൂക്ലിയസിൻ്റെയും ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ 10⁻17 kg/m³ ആണ്. അപ്പോൾ മാസ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് വരും? r³ വരും. മാസ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് വരും? r³ വരും. അപ്പോൾ മാസ് പ്രൊപ്പോർഷണാലിറ്റി r³ വരും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയർ പാർട്ടായിട്ട് മാറി. അപ്പോൾ ന്യൂക്ലിയർ പാർട്ടായിട്ട് മാറുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മൊമെൻറ്റം കൺസിഡർ ചെയ്യുന്നത് നമുക്ക് m1v1 = m2v2 എന്ന് എഴുതാം. മൊമെൻറ്റം കൺസിഡർഡ് ആയിരിക്കുമല്ലോ. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ 0 ആയിരിക്കും, ആഫ്റ്റർ 2 പാർട്ടിൻ്റെ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും. അപ്പോൾ m1/m2 എന്ന് പറയുന്നത് എന്ത് വരും? മാസ് ഓഫ് ഫസ്റ്റ് ബൈ മാസ് ഓഫ് സെക്കൻഡ് = v2 എന്തെന്ന് വരും? v1 എന്ന് വരും. v2/v1. അപ്പോൾ ഇവിടെ m1/m2 എടുത്തു കഴിഞ്ഞാൽ ഇത് 2:1 ആണ്. അപ്പോൾ 1/2 വരും. അപ്പോൾ r പ്രൊപ്പോർഷണൽ ടു a⁻⁴ ആണ്. മാസ് നമ്പറാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് m പ്രൊപ്പോർഷണൽ ടു r³ അല്ലേ? m പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? r³ ആണ്. അപ്പോൾ നമുക്ക് r പ്രൊപ്പോർഷണൽ ടു റേഡിയസ് പ്രൊപ്പോർഷണാലിറ്റി a⁻⁴ ആണ്. അപ്പോൾ സൈസാണ് ചോദ്യം. അപ്പോൾ റേഡിയസിൻ്റെ മാസ് എന്ന് പറയുന്ന r³ പ്രൊപ്പോർഷനാണ്. അപ്പോൾ r എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? r പ്രൊപ്പോർഷണൽ ടു m⁻⁴ എന്ന് എടുത്താൽ പോരെ? m⁻⁴ ശരിയല്ലേ? a⁻⁴ എന്ന് വെച്ചാൽ മാസ് തന്നെയാണ് m⁻⁴. അപ്പോൾ m⁻⁴ എടുക്കുമ്പോൾ സൈസ് ഓഫ് ഫസ്റ്റ് ബൈ സൈസ് ഓഫ് സെക്കൻഡ് = ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് തന്നെ a1/a2⁻⁴ എന്ന് വെച്ചാൽ m1/m2⁻⁴. അപ്പോൾ 1/2 1/3 1 തന്നെ. അപ്പോൾ 1:2⁻⁴ എന്ന് വരും. ഇവിടെ മാസ് നമ്പർ മാസ് തന്നെയാണ്. അപ്പോൾ ഏതൊരു ന്യൂക്ലിയസിൻ്റെയും ന്യൂക്ലിയർ ഡെൻസിറ്റി, ഹെവിയർ ന്യൂക്ലിയസ് എടുത്താലും ലൈറ്റർ ന്യൂക്ലിയസ് എടുത്താലും ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ ഓർഡർ 10⁻17 kg/m³ ആണ്. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 10⁻17 kg/m³ ആണ്. ഇത് ഓർത്ത് വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിഥിയം 7 പ്ലസ് പ്രോട്ടോണിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വളരെ ചെറുതാണ്. കാരണം പ്രോട്ടോണിനകത്ത് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം തൊട്ടാണ് ബൈൻഡിങ് എനർജി കർവ് തുടങ്ങുന്നത്. ഇതെന്ത് ചെയ്തു? 2 ഹീലിയമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നിരിക്കുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ ലിഥിയത്തിൻ്റെ B ബാർ തന്നിട്ടുണ്ട്. അപ്പോൾ B ബാർ ഓഫ് ലിഥിയം എത്രയാണ്? B ബാർ ഓഫ് ലിഥിയം എന്ന് പറയുന്നത് 5.6 ആണ്. അടുത്ത B ബാർ ഓഫ് ഹീലിയം തന്നിട്ടുണ്ട്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓഫ് ഹീലിയം തന്നിട്ടുണ്ട്, ഹീലിയം 4. അതെത്രയാണ്? 7.06. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനിൽ നിന്ന് എത്ര എനർജി റിലീസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ പ്രോട്ടോണിന് B ബാർ എന്ന് പറയുന്ന ബൈൻഡിങ് എനർജി 0 ആണ്, ബൈൻഡിങ് എനർജി 0 ആണ്. അതിൻ്റെ എടുക്കണ്ട, B ബാർ 0 ആണ്. അപ്പോൾ അതിൻ്റെ എനർജി എടുക്കണ്ട, B ബാർ 0 ആണ്. അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് ഇവിടെ റിയാക്റ്റൻ്റ് ഇത് രണ്ടും വരും, ഇതാരാണ്? പ്രോഡക്റ്റാണ്. അപ്പോൾ 2 ഹീലിയം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനർജി റിലീസിൽ Q വാല്യൂ = ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻ്റ്. ഇവിടെ പ്രോഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ B ബാറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം?
പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 ഇൻറ്റു ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്ത് വരും? അതിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 4 ആണ്. അതിൻ്റെ ബി ബാർ എത്രയാണ്? അപ്പോൾ ബി ബാർ എന്ന് പറയുന്നത് എത്രയാണ്? ബി ബാർ എന്ന് പറയുന്നത് B/A അല്ലേ? അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ B ഇൻറ്റു A വരില്ലേ? അപ്പോൾ അതിൻ്റെ ബി ബാർ എത്രയാണ്? 5.6. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേർ കൂടെ ടോട്ടൽ ഉള്ളത് ഈ 2 ഇൻറ്റു ഒരാൾക്കുള്ള ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? A ഇൻറ്റു ബി ബാർ. A എത്രയാണ്? 4 ഇൻറ്റു അതിൻ്റെത് 5.6 മൈനസ് അടുത്ത എന്താണ്? ലിഥിയം. ഒരു ലിഥിയമേ ഉള്ളൂ. ലിഥിയത്തിൻ്റെത് എത്രയാണ്? അല്ല, ഹീലിയത്തിൻ്റെ 7.06 അല്ലേ? ഇപ്പോൾ ഇവിടെ 7.06 മൈനസ് അടുത്ത ലിഥിയത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ലിഥിയം 1 ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു അതിൻ്റെ ബി ബാർ എത്രയാണ്? അതിൻ്റെ ബി ബാർ എന്ന് പറയുന്നത് 5.6 ആണ്. മാസ് നമ്പർ 7 ആണ്. അപ്പോൾ 5.6 ഇൻറ്റു 7. അപ്പോൾ ഇവിടെ 2 എടുത്തിരിക്കുന്നത് വെച്ചാൽ 2 ഹീലിയം ഉണ്ട്. 2 ഹീലിയം പ്രോഡക്റ്റിൽ വരുന്നുണ്ട്. ഒരാൾക്കുള്ള ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ ഇൻറ്റു ബി ബാർ ആണ്. അപ്പോൾ 4 ഇൻറ്റു 7.06 അങ്ങനെ 2 പേര്. ഇവിടെ ലിഥിയം 1 ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു അതിൻ്റെ ബി ബാറിൻ്റെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17.3 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈ പ്രോസസ്സിൽ നമുക്ക് റിലീസാകും. 17.3 എനർജിയാണ് ഇവിടെ നിന്ന് റിലീസ് ആയപ്പെടുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 17.3 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷനിൽ നിന്ന് മിക്കവാറും ഈ നീറ്റിൽ പോലുള്ള എക്സാമിനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ ക്യൂ വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് തരുന്നത് ബി ബാർ ആയിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആയിരിക്കും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനെ മാസ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി കിട്ടും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് B/A ആണ്. അപ്പോൾ ടോട്ടൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ ബി ബാർ ഇൻറ്റു A എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തുടങ്ങുന്നത് ഡ്യൂട്ടീരിയത്തിൽ നിന്നാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൽ നിന്നാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ബൈൻഡിങ് എനർജി 0 എന്ന് എടുത്താൽ മതി. പിന്നെ ബൈൻഡിങ് എനർജി ഓഫ് ലിഥിയം എന്ന് പറയുന്ന 5.6 ആണ്. അതിൻ്റെ മാസ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി കിട്ടും, ബൈൻഡിങ് എനർജി കിട്ടും. ഇവിടെ മാസ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു ഹീലിയത്തിൻ്റെ കിട്ടും. അങ്ങനെ 2 ഡ്യൂട്ടീരിയം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, 2 ഹീലിയം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2ൻ്റെയും കൂടെ എടുക്കാനാണ് ഇവിടെ 2 കൊണ്ട് ഗുണിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. എനർജി ഓഫ് 24.6 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ന്യൂട്രൽ ഹീലിയം എന്ന് പറയുന്നതിന് 1 ഇലക്ട്രോൺ റിമൂവ് ആയി. അപ്പോൾ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ ഹീലിയം ആരാവും? ന്യൂട്രൽ ഹീലിയം അയണൈസ്ഡ് ആവും. ന്യൂട്രൽ ഹീലിയം ആരാവും? ഹീലിയം പ്ലസ് ആവും. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കം ഹൈഡ്രജൻ ലൈക്ക്. അങ്ങനെയാണെങ്കിൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ബോത്ത് ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്ര കൊടുക്കുന്നതാണ്? അപ്പോൾ ഇനി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അത് എന്താണ്? ഹീലിയം ഹൈഡ്രജൻ ലൈക്കാണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്കിലെ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഈ അയണൈസേഷൻ ഈസ് ഈക്വൽ ടു 13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ടാണ്. സാധാരണ സ്റ്റേറ്റ് പറയാത്തതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 13.6 ഇൻറ്റു ഇസഡ് എന്ന് പറയുന്ന ആരാണ്? ഇസഡ് എന്ന് പറയുന്ന ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ ഇസഡ് എന്ന് പറയുന്നത് /1. അപ്പോൾ ഇത് എത്ര കിട്ടി? 54.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഹൈഡ്രജൻ ലൈക്കിൻ്റെ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്കിൻ്റെ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയണൈസേഷൻ എനർജിയുടെ ഫോർമുല ഇതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇലക്ട്രോൺ ഇരിക്കുന്ന ലെവൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ എടുത്താൽ മതി. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുന്ന 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ 54.4 വേണം. നേരത്തെ അവർ ഓൾറെഡി ഒരു റിമൂവ് ചെയ്യുന്ന എനർജി അവർ തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുക ഇക്വേഷൻ ഒന്നുമില്ല, അത് ക്വസ്റ്റ്യനിൽ തന്നാണ്. അപ്പോൾ 24.6 കൊടുത്തപ്പോൾ ഈ ഹീലിയത്തിലെ 1 ഇലക്ട്രോൺ റിമൂവ് ആയി. അപ്പോൾ അവൻ അയണൈസ് ആയി. ഇനി അവൻ എന്ത് ചെയ്യും? ബോർ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് റിക്വയർഡ് ടു റിമൂവ് ബോത്ത് ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള അവർ തന്നിട്ടുണ്ട് 24.6. അത് കഴിഞ്ഞാൽ ഇത് ഹൈഡ്രജൻ ലൈക്കായി. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എനർജി ഇത് വെച്ച് കണ്ടുപിടിച്ചു 54.4. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 79 എന്ന് കിട്ടി. ഇതാണ് ആൻസർ. അല്ല 54.4 ഇൻറ്റു 2 എന്ന് എഴുതി വയ്ക്കില്ല, അല്ലെങ്കിൽ 24.6 ഇൻറ്റു 2 എന്ന് എഴുതി ആൻസർ എന്ന് എഴുതി വയ്ക്കരുത്. കാരണം ഇത് ഒരു ലോജിക് ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസ് റസ്റ്റിലാണ് ഇരിക്കുന്നത്. സ്പ്ലിറ്റ് ഇൻറ്റു 2 ന്യൂക്ലിയർ പാർട്ട് ഹാവിംഗ് റേഡിയ ഇൻ ദ റേഷ്യോ 1:2. ദെയർ വെലോസിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? അതിൻ്റെ
മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ടാണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു m⁻⁴ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ m എന്നെടുക്കുക ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ മൊമെൻറ്റം കൺസിഡേർഡ് ആണ്. അപ്പോൾ m1 v1 = m2 v2 എന്ന് എടുക്കാം. മൊമെൻറ്റം ഓഫ് ദ ഫ്രാഗ്മെൻറ്റ് ആഫ്റ്റർ കൊളിഷൻ എന്ന് പറയുന്നത് m1 v1 = m2 v2. കാരണം ഇനിഷ്യലി റെസ്റ്റിലാണ്. പിന്നെ 2 ഫ്രാഗ്മെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം p1 + p2 വെക്ടർ p1. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p1 = മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p2 എന്ന് എടുക്കാം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ 2 ഫ്രാഗ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ = ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് m1 v1 = m2 v2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ v1/v2 എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു v1/v2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? m2/m1 ആണ്. m എന്തിന് പ്രൊപ്പോർഷണലാണ്? m എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ പ്രൊപ്പോർഷണൽ ടു a⁻⁴ ആണ് അല്ലേ? അപ്പോൾ m2/m1 പ്രൊപ്പോർഷണലാണ്. m2/m1. അപ്പോൾ ഈ m പ്രൊപ്പോർഷണൽ ടു എന്താണ്? r പ്രൊപ്പോർഷണൽ ടു m⁻⁴ ആണ്. അപ്പോൾ m പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? r³ ആയിരിക്കും. m പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? r³ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m2/m1 എടുക്കാൻ എന്ത് ചെയ്താൽ മതി? r2/r1⁻³ എടുത്താൽ മതി. റേഡിയസ് റേഷ്യോ 1:2 അല്ലേ? അപ്പോൾ r2/r1 എടുക്കുമ്പോൾ 2/1 3. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി റേഷ്യോ എത്ര വരും? 8:1. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം സൈസ് r പ്രൊപ്പോർഷണൽ ടു a⁻⁴ എന്ന് വെച്ചാൽ അത് മാസിന് പ്രൊപ്പോർഷണലാണ്. പിന്നെ m1 v1 = m2 v2 ആണ്. അപ്പോൾ r പ്രൊപ്പോർഷണൽ ടു m⁻⁴ ആണെങ്കിൽ m പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? r³. അപ്പോൾ സ്പീഡ് ഓഫ് ഫസ്റ്റ് ബൈ സെക്കൻഡ് = m2/m1 വിച്ച് ഈസ് r2/r1 3 2/1 3. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനർജി റിക്വയർഡ് ടു നോക്ക് ഔട്ട് ദ ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. എനർജി റിക്വയർഡ് ടു റിമൂവ് എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? +13.6 z²/n² ഇലക്ട്രോൺ വോൾട്ട്. z²/n² ഇലക്ട്രോൺ വോൾട്ടാണ്. ഇവിടെ n-ൻ്റെ സ്ഥലത്ത് 3 കൊടുത്താൽ മതി. ഇനി വേറെ കാര്യങ്ങൾ നിങ്ങൾ അടിക്കേണ്ടത്, ഈ എക്സൈറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ n3 കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. എക്സൈറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഹയർ എനർജിയിലേക്ക് ജമ്പ് ചെയ്ത പ്രോസസ്സാണ് എന്ത്? എക്സൈറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ n = 1 ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. n = 1 എന്ന് പറയുന്നത് ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അടുത്ത n = 2 തുടങ്ങായിരിക്കും എക്സൈറ്റേഷൻ തുടങ്ങുന്നത്. ഇതായിരിക്കും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ n = 3 ആയിരിക്കും എന്ത്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെ പോകും. അപ്പോൾ അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റിൽ നിന്ന് തന്നെ ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാണ്. എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ലോവർ ചെയ്യുന്ന ഹയറിലേക്ക് പോവാം. അപ്പോൾ എക്സൈറ്റേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഈ എക്സൈറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 13.6 z² 13.6 z² × 1/n1² - 1/n2² ആണ്. ഈ n1 എന്ന് പറയുന്നത് ഏത് ഓർബിറ്റിൽ നിന്നാണോ ചാടുന്നത് അതിൻ്റെ കോണ്ടന്റ് നമ്പറാണ്. ലോവർ ലെവലിൻ്റെ കോണ്ടന്റ് നമ്പർ, ഇത് ഹയറിൻ്റെ കോണ്ടന്റ് നമ്പറുമാണ്. ഇപ്പോൾ 1 നിന്ന് 2ലേക്കാണ് ചാടുന്നതെങ്കിൽ ഹയർ കോണ്ടന്റ് നമ്പർ ഇത് ഹയർ ലെവലിൻ്റെയാണ്. ഇതെപ്പോഴും ഹയർ ലെവലിൻ്റെ കോണ്ടന്റ് നമ്പറാണ്. ഹയർ ലെവൽ ഇത് ലോവർ ലെവലിൻ്റെ കോണ്ടന്റ് നമ്പറാണ്. അപ്പോൾ 13.6 z² × 1/n1² - 1/n2² വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന എക്സൈറ്റേഷൻ എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ എക്സൈറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് അതർ ദാൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് എക്സൈറ്റഡ് ലെവൽ. പിന്നെ വേറൊരു കാര്യം ഓർത്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ ഈ ഫ്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ്, ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ എത്ര ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. n/n0 = 1/2 n എടുത്താൽ മതി. ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫാണ് ഇവിടെ. അതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഈ n കണ്ടുപിടിക്കാൻ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് എടുത്താൽ മതി. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫാണ്. അപ്പോൾ ടോട്ടൽ ടൈം t എന്ന് എടുക്കുക, ഹാഫ് ലൈഫ് t1/2 എന്ന് എടുക്കുക.
അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ് കണ്ടുപിടിക്കാൻ ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. 1/2 the whole raised to n. n കണ്ടുപിടിക്കാൻ t/t½ എടുത്താൽ മതി. അപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ് കണ്ടുപിടിക്കാം. ദെൻ ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ് ഈ ഇക്വേഷനുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മോഡേൺ ഫിസിക്സിൽ നിന്ന് സാധാരണഗതിയിൽ എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി ഏതെങ്കിലും ഒരു ബുക്കൊക്കെ എടുത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നിർത്തുന്നു. താങ്ക് യു.